ഗുണ്ട നേതാക്കന്മാർക്കൊരു താരപരിവേഷം ഉണ്ടാവണം. അതിൽ അലോഷിയോട് എനിക്ക് കടുത്ത വിയോജിപ്പ് ഈ ഇൻ്റർവ്യൂ ഞാൻ രേഖപ്പെടുത്തുകയാണ്. തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റായ ഗോകുൽ ഗുരുവായൂരിൻ്റെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ഗുണ്ടാ നേതാവുമായി ചിത്രം ഞങ്ങളാരും ഒളിച്ചിരുന്ന് ക്യാമറയിൽ ഫോട്ടോ എടുത്ത് പ്രദർശിപ്പിച്ചല്ല കേട്ടോ. അയാൾ തന്നെ അയാളുടെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച ചിത്രം പുറത്ത് വന്നിട്ട് 24 മണിക്കൂറായിട്ട് ഒരു പ്രതികരണം നടത്താൻ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റോ സംസ്ഥാന കമ്മിറ്റിയോ തയ്യാറായിട്ടില്ല എന്നുള്ളത് വളരെ ഗൗരവത്തോടെ ഞങ്ങൾ കാണണം. പൂർണ്ണ തള്ളി പറഞ്ഞില്ല. എന്റെ ആശങ്ക അതാണ്. ആ വിഷയത്തെ ന്യായീകരിക്കുകയോ അതിന്റെ മെറിറ്റിനെ പറ്റിയോ ഡിമെറിറ്റിനെ കുറിച്ച് തെറ്റാണ് ഗൂഗിൾ ഗുരുവായൂർ ചെയ്തത് തെറ്റാണെന്നൊരു വാക്ക് അലോഷി പറഞ്ഞു. വളരെ ആകാംക്ഷയോടെ ഞാൻ അലോഷി വാക്ക് ശ്രദ്ധിക്കുകയാണ്. അല്ല, സ്വാഭാവികമായും നമ്മൾ ഒരു വിഷയം നമ്മുടെ മുൻപിലേക്ക് വരുന്നു, നമ്മൾ വൺ സൈഡഡ് ആയി നമ്മൾ അതിൽ മറുപടി പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. അത്തരത്തിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട ഘട്ടത്തിൽ തന്നെ അതിനെപ്പറ്റി നമ്മൾ ചുമതല കൊടുത്തു. ഗോകുൽ ഗുരുവായൂരിനെ കോട്ട് ചെയ്ത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പറേ SFIയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ CPUമായി ബന്ധപ്പെട്ടോ എത്രയോ വിഷയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, TP ചന്ദ്രശേഖരൻ്റെ വധക്കേസുമായി ബന്ധപ്പെട്ട അതിലെ മുഖ്യപ്രതിയായ ഷാഫി അദ്ദേഹത്തിൻ്റെ പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ വിവാഹം ഉൾപ്പെടെ നടത്തിക്കൊടുത്തത് ഇപ്പം നിലവിലത്തെ സ്പീക്കർ ഉൾപ്പെടെയുള്ള ആളുകളാണ്. അല്ലെങ്കിൽ പത്തനംതിട്ടയിൽ ഈ പറയുന്ന വീണ ജോർജ് മിനിസ്റ്റർ കാപ്പ കേസിൽ പ്രതിയായിരുന്ന വ്യക്തി പുറത്തു വന്നതിന് ശേഷം അദ്ദേഹത്തെ മാലയിട്ട് സ്വീകരിക്കുന്നു. പരസ്പരം മല്ലടിച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു റൂട്ട് കോസിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യപ്പെടാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകരുത്. അതിൽ KSUവും SFIയും MSFും ASFും മറ്റു വിദ്യാർത്ഥി സംഘടനകളെല്ലാം രാഷ്ട്രീയപരമായി ഈ സർക്കാരിന് കീഴിൽ നമ്മൾ അണിനിരുന്നുകൊണ്ട് ഈ വിപത്തിനെ നമുക്ക് തുടച്ചു നീക്കണം. അലോഷി അഭിവാദ്യം പറയാനും എനിക്ക് ആഗ്രഹമുണ്ട്. അലോഷി വളരെ മാതൃകാപരമായിട്ടാണ് പറഞ്ഞത്. കാരണം ഒരാൾ പോലും ഇതിനകത്ത് ഉണ്ടാവാൻ പാടില്ല, KSUവിനകത്ത് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് വളരെ ധീരോദാത്ത സ്റ്റാൻഡ് എടുത്തു. അതിനകത്ത് കുറെ കൂടി അഭിമാനത്തോട് അലോഷിക്ക് ഇരിക്കാൻ കഴിയുമായിരുന്നു. ആ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റിന്റെയും എറണാകുളം ജില്ലാ പ്രസിഡന്റിനെയും കൂടി തള്ളി പറഞ്ഞ് നടപടി എടുത്തിട്ടായിരുന്നെങ്കിൽ ഒരു പൊന്നുപോൽ കൂടി വെച്ച് അലോഷിക്ക് ഈ ജാഥ കഴിയുമായിരുന്നു എന്ന് ഒരു ദിവസം അലോഷിക്ക് ഒരു പൊന്തുവലായ സംസ്ഥാന പ്രസിഡന്റ് ഈ രണ്ടുപേരെ കൂടി തള്ളി പറഞ്ഞിരുന്നെങ്കിൽ ഒരു പൊന്തുവൽ ധീരോദാത്തമായ നിലപാട് സ്വീകരിച്ച KSU സംസ്ഥാന പ്രസിഡന്റ് ഒരു പൊന്തുവലായനെ എന്ന് ഞാൻ കൂടി അലോഷി പറഞ്ഞോട്ടെ, മറുപടി പറഞ്ഞോട്ടെ. എന്റെ ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. ദ ക്യൂ റൈറ്റ് ഹവറിൽ SFI സംസ്ഥാന പ്രസിഡന്റ് M. ശിവപ്രസാദ്, KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ, സ്വാഗതം. സംസ്ഥാനത്ത് ക്യാമ്പസുകളിലെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ നടക്കുന്നൊരു സമയത്താണ് നമ്മളിരിക്കുന്നത്. കളമശ്ശേരിയിലുണ്ടായ വാർത്തയും അതിനെ ചുറ്റിപ്പറ്റി ഒരുപക്ഷെ അതിൽ വാദപ്രതിവാദങ്ങൾ നടക്കുന്നത് പൂർണ്ണമായും 2 വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിനിധികൾ അതിലംഗമായിട്ടുണ്ട്, അതിൽ FIR ഇട്ടിട്ടുണ്ട്, അവരെ പുറത്താക്കലവരുടെ നടപടിയും കാര്യങ്ങളൊക്കെയാണ്. ഒരുപക്ഷെ കഴിഞ്ഞ 3 ദിവസത്തെ പത്രവാർത്തകളും സീനിയർ നേതാക്കളുടെ പ്രതികരണങ്ങൾ പോലും ഇതിനെ ചുറ്റിപ്പറ്റിയുള്ളതായിരുന്നു. സംസ്ഥാനത്തെ രാഷ്ട്രീയ അന്തരീക്ഷം ഈ ഒരു കേസിലേക്ക് ചുരുങ്ങിപ്പോയി. ഇതിനപ്പുറത്തേക്ക് ഒരു 20 മുതൽ 25 വരെ വയസ്സിനിടയിൽ പ്രായമുള്ള കുട്ടികളിലേക്ക് അകപ്പെട്ടു. അവർ പഠനത്തിൻ്റെ ആവശ്യത്തിന് വന്ന ഗവൺമെൻറ് ഹോസ്റ്റലിലേക്ക് 2 കിലോ കഞ്ചാവ് എത്തി 6 മാസമായി അത് വിൽപ്പന നടത്തുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു മെറിറ്റിലേക്ക് ചർച്ച കൊണ്ടുപോകാൻ വിദ്യാർത്ഥി സംഘടനകൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, ചർച്ചകൾ എങ്ങനെ മാറ്റം വരുത്താമെന്ന് നമുക്ക് പറഞ്ഞു തോന്നാം. ഇതിനകത്ത് ഞങ്ങൾ കാണുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം, ഇപ്പോൾ ഈ അടുത്ത കാലത്തായ ഒരു 4-5 കേസുകൾ വളരെ സെൻസിറ്റീവായി മാധ്യമങ്ങൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ ഇത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണെന്ന് തോന്നുന്നത്. പക്ഷേ ഇത് നമ്മുടെ സമൂഹത്തെ ആകെ ബാധിക്കുന്ന വലിയൊരു വിപത്താണെന്ന് ഞങ്ങൾ നേരത്തെ തിരിച്ചറിഞ്ഞു. കാരണം കേരളത്തിലെ ആണെങ്കിലും ഇന്ത്യയിലെ ആണെങ്കിലും ഡ്രഗ് കേസുകളുടെ റിപ്പോർട്ടിങ് വർദ്ധിക്കാൻ തുടങ്ങിയത് 2023-24 അല്ല. ഒരു 5 ഇയേഴ്സ് നമ്മുടെ ഇന്ത്യയുടെ ഒരു 5 ഇയേഴ്സ് ബാക്ക് നിങ്ങൾ പരിശോധിച്ചാൽ ഒരു 300-400% വർധന ഈ ഡ്രഗ് കേസുകൾ ഇന്ത്യക്കകത്ത് ഇപ്പോൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ആ പശ്ചാത്തലത്തിലാണ് നമ്മുടെ കേരളത്തിലെ ക്യാമ്പസുകളിലേക്കും ഇത് കടന്നു വരാൻ സാധ്യതയുണ്ടെന്ന് തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അതിശക്തമായ ക്യാമ്പയിനുകൾ വിദ്യാർത്ഥികളുടെ ഇടപെടലിൽ നടത്തി വരുന്നു. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ഒരു 3-4 സെൻസിറ്റീവായ വിഷയങ്ങൾ. ഇപ്പോൾ ഒരു വിദ്യാർത്ഥിയുടെ മരണം, അതിനകത്ത് ലഹരി ഉൾപ്പെടുന്നില്ലെങ്കിൽ പോലും ഒരു വിദ്യാർത്ഥിയുടെ മരണം, വെഞ്ഞാറമൂട്ടിലെ കൊലപാതകം, ന്യൂ ഇയർ ദിവസം തൃശ്ശൂർ നടന്ന ഒരു 14 വയസ്സുകാരൻ നടത്തിയ കൊലപാതകം തുടങ്ങി കുറേ വിഷയങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ആ വിഷയങ്ങളുടെ ഭാഗമായി മാധ്യമങ്ങൾ ഒരു പുതിയ ചർച്ച, ഒരു പുതിയ ഫ്രണ്ട് ഡ്രഗിനെതിരെ തുറന്നിട്ടുണ്ടോ എന്ന് വസ്തുതയാണ്. പക്ഷെ ഞാൻ എന്നെ വേറൊരു ആംഗിളിൽ കാണാനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന ആംഗിൾ
നമ്മുടെ ചർച്ച ഇപ്പോൾ കേന്ദ്രീകരിച്ചിരിക്കുന്ന സ്വഭാവം തെറ്റാണ് എന്ന അഭിപ്രായക്കാരനാണ്. അതിൻ്റെ അടിസ്ഥാന കാരണം കേരളത്തിലെ പുതുതലമുറ വിദ്യാർത്ഥികളാകെ കുഴപ്പമാണ് എന്നൊരു പ്രതീതി ഇപ്പോൾ സൃഷ്ടിക്കപ്പെടാൻ ശ്രമിക്കുന്നുണ്ടോ എന്നൊരു പ്രശ്നം നമ്മൾ മുന്നിൽ നിൽക്കുകയാണ്. നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ നിങ്ങൾ പറഞ്ഞ വിഷയങ്ങളിലേക്ക് ഇപ്പോൾ ഒരു പോസിറ്റീവായ ചർച്ച ആയതുകൊണ്ട് തന്നെ ആ വിഷയങ്ങളിലേക്ക് ഒന്നും കിടക്കാതാണ് ഞാൻ നിങ്ങളെ ചോദ്യത്തെ സമീപിക്കുന്നത്. അതായത് കേരളത്തിലെ കുട്ടികൾ കുഴപ്പമാണ്, കേരളത്തിലെ പുതിയ തലമുറ കുഴപ്പമാണ്, കേരളത്തിലെ സമൂഹം ആകെ കുഴപ്പമാണെന്ന നിലയിലേക്ക് ഇത്തരം വിഷയങ്ങളെ വെച്ചുകൊണ്ടൊരു ചർച്ച ഡെവലപ്പ് ചെയ്യാനുള്ള ശ്രമം ഞാൻ അതിനെ അഡ്രസ്സ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. സത്യത്തിൽ നമ്മുടെ ലോകത്താകെ വന്നിരിക്കുന്ന മാറ്റം വളരെ വലുതല്ലേ. ഇപ്പോൾ 2021 22 ഒക്കെ പരിശോധിച്ചാൽ ലോകത്ത് 2015 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ്ട് 2000 മടങ്ങ് ഡ്രഗ് കേസുകൾ വർദ്ധിച്ചു. 2000 മടങ്ങ് ഒഫീഷ്യലായി വന്ന കണക്കുകൂടെ 2000 മടങ്ങ് ഡ്രഗ് കേസുകൾ വർദ്ധിച്ചു. ഇന്ത്യയിലെ സ്ഥിതി എന്താ? ഇന്ത്യയിലും വലിയ തോതിൽ ഈ ഡ്രഗ് വർദ്ധിക്കുകയല്ലേ. അതിൻ്റെ ഭാഗമായി കേരളത്തിന് സ്വാഭാവികമായി ഇന്ത്യയിലെ ഒരു സംസ്ഥാന നിലയിൽ ഇതിൻ്റെ ഒരു കടന്നൊരു കേരളത്തിലേക്ക് ഉണ്ടാകുന്നുണ്ട് എന്നാണ് യാഥാർത്ഥ്യം. പക്ഷെ മറ്റ് സംസ്ഥാനങ്ങളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആ നമ്പറിലേക്ക് കേരളം എത്തിയിട്ടില്ല എന്ന വസ്തുത നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ കേരളം ചർച്ച ചെയ്യേണ്ട വിഷയം എന്താ? കേരളം മറ്റ് സംസ്ഥാനങ്ങളിൽ എല്ലാ കാലവും വ്യത്യസ്തമായി നിന്നൊരു സമൂഹമാണ്. ഒരു പുരോഗമന കാഴ്ചപ്പാട്, ഒരു ശാസ്ത്രബോധം, യുക്തിചിന്ത, ഒരു ജനാധിപത്യ ബോധമൊക്കെ കേരളം എല്ലാ കാലത്തും കാഴ്ചവെച്ചിട്ടുള്ള സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്തിൻ്റെ പരിസ്ഥിതി നോക്കുമ്പോൾ ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വാർത്തകൾ ആശാവഹമല്ല എന്ന നിങ്ങളുടെ ചർച്ച ഞാൻ അംഗീകരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ കേരളത്തെ പറ്റി ഏറ്റവും വലിയ പ്രശ്നം നടക്കുന്ന കേരളം മദ്യപാനികളുടെ നാടാണെന്ന് നിങ്ങൾ കണക്ക് പരിശോധിച്ച്, ഞാൻ ആ കണക്കെല്ലാം എടുത്തിട്ടാണ് വന്നത്. നിങ്ങൾ ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട ചർച്ച ചെയ്യുന്നുണ്ട്. രാജ്യത്തിൻ്റെ ആവറേജ് 12.5%. കേരളത്തിൻ്റെ ആവറേജ് പരിശോധിക്കുമ്പോൾ 2.5%. ഏതാ ഇൻറ്റൻസീവായ ദോഷകരമായ മദ്യപാനത്തിനാണ്, അതിലും കേരളം പുറയിലാണ്. ഇപ്പോൾ ഡ്രഗ് കേസുകൾ പരിശോധിച്ചാൽ 0.1% നമ്മുടെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യുന്ന ഡ്രഗ് കേസ് കേരളത്തിൻ്റെ ഒരു വ്യാപ്തി എന്ന് പറയുന്നത്. നിങ്ങൾ പരിശോധിച്ചാൽ ഇന്ത്യയുടെ ആവറേജിനേക്കാൾ കേരളത്തിലെ രാജ്യത്തെ പഞ്ചാബ് ഉൾപ്പെടെ, ഛത്തീസ്ഗഡ് ഉൾപ്പെടെ, ഉത്തരാഖണ്ഡ് ഉൾപ്പെടെ, ഹിമാചൽ പ്രദേശ് ഉൾപ്പെടെ, എന്തിന് ഏറ്റവും ചെറിയ സംസ്ഥാനം ഡൽഹി ഉൾപ്പെടെ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി രാജ്യത്താകെ വർദ്ധിച്ച ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടല്ലോ ഈ ഡ്രഗ് ഇൻഫ്ലുവൻസിൻ്റെ. ഇതിൻ്റെ ഭാഗമായി കേരളത്തിലേക്ക് വലിയ തോതിൽ ഈ ഉൽപ്പന്നങ്ങൾ എത്തുന്നു എന്നിടത്താണ് ഇതിൻ്റെ പ്രശ്നം. അതിപ്പോൾ ഈ മാഫിയ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ ക്യാമ്പസുകളെയാണ്. കാരണം ഏറ്റവും വൾണറബിളായി അവരിന്ന് കാണുന്നത് നമ്മുടെ ടീനേജേഴ്സിനെയാണ്. അവിടെയാണ് പ്രശ്നം. അവിടേക്കാണ് ഞാനിത് വന്നത്. അപ്പോൾ ഈ ഉണ്ടാകുന്ന വളർച്ചയിൽ ഇപ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ അവർ ഇതിനകത്തൊരു വൾണറബിൾ സൊസൈറ്റി അവർ കണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ടീനേജേഴ്സിനെ അവർ പിടികൂടുന്നത്? നമ്മൾ സത്യത്തിൽ ചർച്ച ചെയ്യേണ്ടത്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, അതിനോട് ഞാൻ 100% യോജിക്കും. നമ്മൾ സത്യത്തിൽ ചർച്ച ചെയ്യേണ്ടത്, നമ്മുടെ ചർച്ച കേന്ദ്രീകരിക്കേണ്ടതും എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്തെ മയക്കുമരുന്ന് മാഫിയ കേരളത്തിലെ ക്യാമ്പസുകളിലെ ടീനേജേഴ്സിനെ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിപ്പോൾ നമ്മൾ കാണേണ്ടത് ഇത്തരം കേസുകൾ ഓരോന്നും റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇത് കേവലം ഒരു ക്രമസമാധാന പ്രശ്നമല്ല. ഈ റിപ്പോർട്ട് ചെയ്ത ഒരു കേസും കേവലം ഒരു ക്രമസമാധാന പ്രശ്നം മാത്രമായിട്ടല്ല ഞങ്ങൾ കാണുന്നത്. ഇത് ഓരോ കേസുകളും നമ്മുടെ പൊതുസമൂഹത്തെ ബാധിക്കുന്ന ഒരു സാമൂഹിക വിപത്താണ്. അത് ഡ്രഗ്സ് ആണെങ്കിലും വയലൻസ് ആണെങ്കിലും ഇതിനെ ലോങ് ടേമിൽ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ കഴിയണം എന്നുള്ളതാണ്. എന്താണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ കാരണം? ഞാൻ ഒന്നും കൂടി സ്പെസിഫൈ ചെയ്ത് ചിലപ്പോൾ സമീപ ദിവസത്തെ കളമശ്ശേരിയിലെ കേസിന് പിന്നാലെ മാധ്യമങ്ങളിൽ SFI ഭാരവാഹികളായ ആളുകളാണ് ഇതിൽ പ്രതികൾ എന്ന രൂപത്തിൽ വാർത്ത വരുന്നു. പിന്നീട് അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും വാദങ്ങളും പ്രതിവാദങ്ങളൊക്കെ വരുന്നു. പിന്നീട് SFIയുടെ സംസ്ഥാന സെക്രട്ടറി മറുപടി പറയുന്നു, പ്രസിഡന്റ് മറുപടി പറയുന്നു, സീനിയർ നേതാക്കളെ ഏറ്റുപിടിക്കുന്നു. ഒരു പക്ഷേ ഞാൻ എൻ്റെ ചോദ്യം ഒന്നും കൂടി ആവർത്തിക്കുന്നത്, ഇതിലൊരു മെറിറ്റിലേക്ക് എന്തുകൊണ്ടാണ് ഈ ചർച്ച എത്താത്തത് എന്നുള്ളതിൻ്റെ SFIയുടെ ഒരു വിശദീകരണം എന്തായിരിക്കും? അല്ല, അവിടെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ തർക്കം ഇരിക്കുന്നത്. കാര്യം നിങ്ങൾ ഈ വിഷയങ്ങളാകെ ഷഹബാസിൻ്റെ മരണം, ഞങ്ങളിപ്പോൾ ഭാരവാഹികളായിട്ട് ഏതാണ്ട് 3 ആഴ്ച തികയുന്നേ ഉള്ളൂ. ഞങ്ങൾ ഈ മാധ്യമങ്ങൾ കൊടുത്ത ഓരോ ബൈറ്റും ഈ കേരളത്തിന് ഓഡിറ്റബിളായി നമ്മുടെ മുന്നിലുണ്ട്. ഷഹബാസിൻ്റെ മരണം ഉണ്ടാകുന്ന ഘട്ടത്തിലായിക്കോട്ടെ, അതിനുശേഷം പല കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഘട്ടത്തിലായിക്കോട്ടെ, ഞങ്ങൾ ആവർത്തിച്ചു പറഞ്ഞത് ഇത് നമ്മുടെ കേരളത്തെ ബാധിച്ചിരിക്കുന്ന ലോങ് ടേമിൽ ബാധിക്കാൻ പോകുന്നൊരു വലിയ സാമൂഹിക വിപത്താണ്. ഇതിനെ കൈകാര്യം ചെയ്യേണ്ടത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിയിട്ടല്ല. ഇതിനെ കൈകാര്യം ചെയ്യേണ്ടത് നമ്മുടെ കുട്ടികളെ എന്തുകൊണ്ട് ഇത് ബാധിക്കുന്നു എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടിട്ട് കൈകാര്യം ചെയ്യണം. പക്ഷെ എന്താ പ്രശ്നം പറ്റിയത്? അത് പറയുമ്പോൾ കുറച്ച് രാഷ്ട്രീയം പറയേണ്ടി വരും. എവിടുന്നാണ് ഇതിൻ്റെ ഒരു ഐക്യം നഷ്ടപ്പെടുന്നത്? അനാവശ്യമായ പല കള്ളപ്രചരണങ്ങൾ മാധ്യമങ്ങൾ തുടർന്നു വരുന്നതിൻ്റെ ഭാഗമായി സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെട്ട കുറേ നുണവാദങ്ങളുണ്ടല്ലോ. ആ നുണവാദങ്ങൾ നമ്മുടെ സീനിയറായ കേരളത്തിലെ
ഇപ്പോൾ പ്രതിപക്ഷം ഭരണപക്ഷം എന്നൊരു ഭരണതലത്തിലേക്കല്ലേ വരുന്നത്. ഈ ഡ്രഗ്സിൻ്റെ കാര്യത്തിൽ പ്രതിപക്ഷം ഭരണപക്ഷം ഉണ്ടോ? അല്ല, ഞാൻ പ്രതിപക്ഷ സംഘടന നേരത്തെ ഭരണപക്ഷം ആഡ് ചെയ്ത കാര്യമാണ്. കാരണം നമ്മൾ കഴിഞ്ഞ ഇല്ലല്ലോ. ദിവസങ്ങളിലെ പത്രമാധ്യമങ്ങളിലെ വാർത്തയെ നമ്മൾ ഇവിടെ വീണ്ടും ആവർത്തിക്കുന്നത് ഒരു നിരർത്ഥകമായ കാര്യമാണ്. പക്ഷേ നമ്മുടെ ചർച്ച പോലും അതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല. ഞാൻ ഇന്ന് അലോഷി കൂടി ഇടപെടുകയാണ്. അലോഷി, നമ്മൾ ഈ ശിവപ്രസാദ് സംസാരിച്ച കാര്യം തന്നെയുള്ളത്, ഒരു എങ്ങനെ ചർച്ച വരുമ്പോൾ ഇത് രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നുണ്ട്. സീനിയർ നേതാക്കളും ഇതേ ഒരു വാദങ്ങളും പ്രതിവാദങ്ങളും പറയുന്നുണ്ട്. ഒരുപക്ഷെ KSUവിന് സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഈ വിഷയത്തിൽ ഇനി അങ്ങോട്ട് ഇതിൻ്റെ മെറിറ്റ് എങ്ങനെ ചർച്ച ചെയ്യപ്പെടണം എന്നാണ് അഭിപ്രായം? തീർച്ചയായിട്ടും. കാരണം ഈ ഒരു വിഷയം, ലഹരി മാഫിയയുടെ വിഷയം, പ്രത്യേകിച്ച് രാസലഹരി മാഫിയയുടെ ഒരു കടന്നുകയറ്റം നമ്മുടെ ക്യാമ്പസുകളിൽ, നമ്മുടെ സ്കൂളുകളിൽ, നമ്മുടെ പൊതുയിടങ്ങളിലെല്ലാം വലിയ തോതിൽ വർദ്ധിച്ചിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ഈ അടുത്ത കാലഘട്ടത്ത് നമുക്കുണ്ടായ പല അനിഷ്ട സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ, പല കൊലപാതകങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അത് കൂടുതൽ തീവ്രമായി സംസാരിച്ചു തുടങ്ങിയത്. അതായത് ഞാൻ മനസ്സിലാക്കുന്നു, ഒരു ഏകദേശം ഒരു 2 വർഷക്കാലം മുമ്പ് മുതൽ തന്നെ ഇപ്പോൾ കേരള നിയമസഭയിൽ ഉൾപ്പെടെ ഇതിൻ്റെ വിഷയങ്ങൾ ഉന്നയിച്ച് നമ്മൾ വളരെ ഗൗരവകരമായ ആ വിഷയത്തിൻ്റെ ഒരു ചർച്ചയിലേക്ക് നമ്മൾ ചർച്ച തുടങ്ങിയിരുന്നു. എന്നാൽ ഇപ്പോഴാണ് അത് വലിയ തീവ്രമായ രീതിയിലേക്ക് ഒരു വിപുലമായ രീതിയിലേക്കുള്ള ചർച്ചകൾ, അത് മാധ്യമങ്ങളായിക്കൊള്ളട്ടെ, പൊതുസമൂഹമായിക്കോട്ടെ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായിക്കോട്ടെ, എല്ലാവരും ഒരു ചർച്ചയിലേക്ക് എടുക്കുന്നു. ഇപ്പോൾ നിലവിലുള്ള ഒരു പോലീസിൻ്റെ കണ്ടെത്തലുകൾ പോലും നമുക്കറിയാം, 2 മാസത്തിനകം കേരളത്തിൽ നടന്നത് 70ഓളം കൊലപാതകങ്ങളാണ്. 2 ആഴ്ച കണക്ക് എടുക്കുകയാണെങ്കിൽ NDPS കേസ് ഏകദേശം 3000-ന് മുകളിലേക്ക് പോകുന്നു. അപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു നമ്മുടെ ഒരു സാമൂഹ്യ സാഹചര്യം എന്ന് പറയുന്നത്? അപ്പോൾ നമ്മൾ KSU സംസ്ഥാന കമ്മിറ്റി ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, ലഹരിയുടെ ഈ വ്യാപനവുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവത്തോടുകൂടി ഈ വിഷയം ഞങ്ങൾ ഏകദേശം ഒരു ദിവസക്കാലം ഞങ്ങൾ ചർച്ചയ്ക്ക് എടുക്കുകയും ഏത് ആംഗിളിൽ നമ്മൾ ഈ വിഷയത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. നമുക്കറിയാം, നമുക്ക് കഴിഞ്ഞ കുറേയേറെ നാളുകളായി ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ മുഖ്യധാരാ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, NGOs എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകൾ, കാര്യങ്ങളെല്ലാം സംഘടിപ്പിച്ചിട്ട്, പക്ഷേ എന്നാൽ ലഹരി മുക്തമായോ നമ്മുടെ സൊസൈറ്റി? അതിൻ്റെ തോത് വർദ്ധിച്ചു വരികയല്ലായിരുന്നു. അത് രാജ്യത്തുണ്ടാകുന്ന ക്രമാതീതമായിട്ടുള്ള വർധനവ് സ്വാഭാവികമായും സംസ്ഥാനത്ത് ഉൾപ്പെടെ ഉണ്ടാകുന്നുണ്ടെന്നൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമ്മൾ ഒരു ക്രിയേറ്റീവ് ആംഗിളിൽ നിന്നുകൊണ്ട് ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ചിന്താഗതിക്ക് അപ്പുറമായി ഇത് വളർന്നിരിക്കുന്നു. ക്യാമ്പസുകളിൽ ഒരു വെളിപ്പാടകലെ, നമുക്കറിയാം ഇതൊരു ന്യൂ ജനറേഷൻ കാലഘട്ടം എന്ന് പറയുന്നത്, നമ്മളൊരു വെളിപ്പാടകലെ അല്ലെങ്കിൽ ഒരു മെസ്സേജിന് അപ്പുറം ഇതെല്ലാം നമ്മുടെ ഇടങ്ങളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി വളർന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതെല്ലാം ഒരു കൂട്ടായ ഒരു പ്രയത്നത്തിൻ്റെ ഫലമായി പരസ്പരം പഴിചാരലുകൾ കൊണ്ട് ഈ വിഷയത്തിൻ്റെ മെറിറ്റ്, അതാണ് ഞാൻ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി KSU ഞങ്ങൾ നിരന്തരം മാധ്യമങ്ങളെ കാണുമ്പോഴും ഞങ്ങൾ പറയുന്ന ഒരു കാര്യം, നമ്മൾ ഇതിൻ്റെ ഈ താഴെ തട്ടിൽ ഇരകളാക്കപ്പെട്ട വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ ഇരകളാക്കപ്പെട്ട ആളുകളെ പറ്റി വലിയ രീതിയിലേക്ക് പർവ്വതീകരിച്ചുകൊണ്ട് ഇതിൻ്റെ സോഴ്സ്, ഇതിൻ്റെ ഒറിജിൻ, എവിടെ നിന്ന് ഇത് വരുന്നു, ആരാണ് ഇതിൻ്റെ ശൃംഖലയെ നിയന്ത്രിക്കുന്നത്, ആരാണ് ഇതിൻ്റെ മൊത്ത കച്ചവടക്കാർ, ഇതിൻ്റെ സപ്ലൈ ചെയിൻ എവിടെ നിന്ന് എവിടേക്ക് നീണ്ടുപോകുന്നു, ആ ഒരു തരത്തിലേക്ക് ചർച്ചകൾ ഡെവലപ്പ് ആകുന്നില്ല. അതിൽ മാധ്യമങ്ങൾ പോലും അവരുടെ ഒരു ന്യൂസ് റേറ്റിങ്ങിന് വേണ്ടി അതിന് കക്ഷിരാഷ്ട്രീയത്തിൻ്റെ നിറങ്ങൾ അല്ലെങ്കിൽ മറ്റ് തലങ്ങളിലേക്ക് അതിൻ്റെ ചർച്ചകളെ കൊണ്ടുപോകുന്നതിൽ മാധ്യമങ്ങൾക്കും ഒരു വലിയ റോളുണ്ട്. ഞങ്ങളുടെ സ്റ്റാൻഡ് ഇതിൽ വളരെ ക്രിസ്റ്റൽ ക്ലിയറാണ്. ഞങ്ങളിത് പറഞ്ഞത്, ഇത് നമ്മൾ പരസ്പരമായിട്ടുള്ള രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ കൊണ്ട് ഇതിൻ്റെ യഥാർത്ഥ റൂട്ട് കോസിനെ പറ്റിയുള്ള ചർച്ചകൾ വരാതിരിക്കുന്ന സാഹചര്യം നമ്മൾ ഒഴിവാക്കപ്പെടണം. നമ്മൾ ആരാണിത്, എവിടെ നിന്ന് ഇത് ഉൽപ്പാദിപ്പിക്കുന്നു, ആര് ഈ ശൃംഖലയെ നിയന്ത്രിക്കുന്നു, ആരാണ് ഇതിൻ്റെ മാർക്കറ്റിനെ ഡിസൈഡ് ചെയ്യുന്ന ആളുകൾ, ആ കണ്ണികളെല്ലാം പൊട്ടിച്ചെറിയപ്പെടേണ്ട സാഹചര്യമുണ്ട്. അതിന് രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ പ്രസ്ഥാനങ്ങളും, വിദ്യാർത്ഥി പ്രസ്ഥാനവും മുഖ്യധാര പ്രസ്ഥാനങ്ങളും, രാഷ്ട്രീയമുള്ള ആളുകൾ, രാഷ്ട്രീയമില്ലാത്ത ആളുകൾ എല്ലാവരും കൈകോർത്തുന്നെങ്കിൽ മാത്രമേ ഈ വിപത്തിനെ നമുക്ക് തുടച്ചു നിൽക്കാൻ സാധിക്കൂ. അലോഷി പറഞ്ഞോട് ചേർത്ത് പറയുകയാണെങ്കിൽ, കഴിഞ്ഞ കുറേ വർഷങ്ങളായി ക്യാമ്പസിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രം എടുത്താൽ കേരളത്തിൽ ഒരുപാട് നിർണായകമായ മുന്നേറ്റങ്ങൾ ഉണ്ടായത് ക്യാമ്പസുകളിൽ നിന്നാണ്. നമ്മൾ പറയാറുണ്ട്, 2 പാർട്ടിക്കും ഒരുപാട് കഥകളും ചരിത്രങ്ങളും പറയാനുണ്ട്. പക്ഷേ കഴിഞ്ഞ സമീപ വർഷങ്ങളിൽ ഒരു ഇന്റേണൽ ഇൻ്റലിജൻസ് സംവിധാനം നമ്മൾ പറയുമല്ലോ, ഒരു സംഘടനയാണെങ്കിൽ ഒരു യൂണിയൻ്റെ കീഴിൽ, ഇതെല്ലാം ആ യൂണിയനോടെ പ്രതിപക്ഷത്താണെങ്കിൽ കൂടെ ആ ക്യാമ്പസിൽ സ്വാഭാവികമായും വിദ്യാർത്ഥികളുടെ പൾസ് അറിയാൻ അധ്യാപകർക്കാണെങ്കിലും രക്ഷിതാക്കൾക്കാണെങ്കിലൊക്കെ അതിലേറെ ഒരു പടി മുന്നിൽ ആ ക്യാമ്പസിലെ സംഘടനാ പ്രവർത്തകർക്ക് കഴിഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു ഡാറ്റ കളക്ഷൻ മെത്തേഡ് ഏത് ഘട്ടത്തിലാണ് നഷ്ടപ്പെട്ടു പോയത് എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ. അല്ല, അത് ഒരു ഘട്ടത്തിലും നഷ്ടപ്പെട്ടു പോയെന്ന് പൂർണ്ണ നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. കാരണം വിദ്യാർത്ഥി സംഘടനകൾ ഇതിനകത്ത് വഹിക്കുന്നൊരു പങ്കിനെ സത്യത്തിൽ പൊതുസമൂഹവും കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമങ്ങളും പൂർണ്ണമായി തമസ്കരിച്ചിട്ടാണ് ഈ ലഹരിക്കെതിരായ പോരാട്ടം, സ്വയം പ്രഖ്യാപിത പോരാട്ടം അവർ നടത്തുന്നത്.
നിങ്ങൾ നോക്ക്, ഈ കേരളത്തിനകത്ത് വിവിധങ്ങളായ ക്യാമ്പസുകളിൽ നിന്ന് ഈ ഒരു ഇപ്പോൾ ഒരുപാട് ചരിത്രം നോക്കിയാൽ ചിലപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആ ഓർമ്മകളെല്ലാം ഉണ്ടാവില്ല. നിങ്ങൾ ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു 4-5 വർഷ ചരിത്രം എടുത്താൽ ലഹരി മാഫിയകളാൽ ആക്രമിക്കപ്പെട്ട എത്രയോ SFIക്കാരുടെ വിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് വസ്തുത. ഒരു മാധ്യമവും ചർച്ച ചെയ്തിട്ടില്ല. ഇപ്പോഴാണ് മാധ്യമങ്ങൾക്ക് സെൻസേഷണൽ വിഷയമായത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഇരിക്കുമ്പോൾ എറണാകുളം ജില്ലയിൽ ലഹരി മാഫിയയുടെ അക്രമത്തിന് വിധേയപ്പെട്ട SFI സഖാക്കളുണ്ട്. തൊട്ടപ്പുറത്തേക്ക് പോയാൽ കോട്ടയം ജില്ലയിൽ ലഹരി മാഫിയയ്ക്ക് അക്രമത്തിന് വിധേയപ്പെട്ട SFI സഖാക്കളുണ്ട്. തൊട്ടപ്പുറത്തേക്ക് പോയാൽ വയനാട് ജില്ലയിൽ ട്രാവിയോക്ക് എന്ന് പറയുന്ന ആ പോളിടെക്നിക്കിലെ അവിടുത്തെ വയനാട്ടിലെ പോളിടെക്നിക്കിലെ ഒരു അരാഷ്ട്രീയ സംഘടന അവിടുത്തെ ലഹരി മാഫിയയുടെ പ്രധാനപ്പെട്ട ഏജൻ്റായ സംഘടനയ്ക്കെതിരായി നിലപാട് സ്വീകരിച്ചതിൻ്റെ ഭാഗം ഒരു പെൺകുട്ടിയെ ഈ ലഹരി മാഫിയ സംഘം ആക്രമിച്ചിട്ട് ഏതാണ്ട് ഒരു മാസത്തോളം ആ പെൺകുട്ടി ബെഡിഡനായിരുന്നു ഹോസ്പിറ്റൽ ICUയിൽ. ചോദ്യത്തിൽ ഒന്നും കൂടി വ്യക്തത ആരാ ചർച്ച ചെയ്ത്? ഞാൻ അതിലേക്ക് വരുന്നത്, ആരാ ചർച്ച ചെയ്ത്? അപ്പോൾ ഇതിൽ വിദ്യാർത്ഥി സംഘടനകൾ വഹിക്കുന്ന ഒരു പങ്കിനെ മാധ്യമങ്ങൾ വില കുറച്ച് കാണുകയാണ്. അവർ വലിയൊരു എഫേർട്ട് ക്യാമ്പസുകൾക്ക് എടുക്കുന്നുണ്ട്. അവരെടുക്കുന്ന എഫേർട്ടിൻ്റെ ഭാഗമായി കൂടിയാണ് ഒരു പരിധിവരെയെങ്കിലും കുറേയൊക്കെ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി പോലും കഴിഞ്ഞ നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തിൻ്റെ മറുപടി നിങ്ങൾ പൂർണ്ണമായി വായിക്കണം. ഞാനത് മുഴുവൻ വായിച്ചാളാം. അതിനകത്ത് മുഖ്യമന്ത്രി ക്രിസ്റ്റൽ ക്ലിയറായി പറഞ്ഞൊരു കാര്യമുണ്ട്. വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തനം കാര്യക്ഷമമായി നടക്കുന്നിടത്ത് കമ്പാരിറ്റീവ്ലി ഇത് കുറവാണ്. ആ വാദം നിങ്ങൾ പല മാധ്യമങ്ങളും അംഗീകരിക്കുന്നില്ല എന്നുള്ളത് ഞാനത് അംഗീകരിക്കുമ്പോൾ തന്നെ രണ്ടുപേരും മറുപടി ഒരു കാര്യം എന്നുള്ളത്, ഇപ്പോൾ കളമശ്ശേരിയിലാണെങ്കിൽ ആ 2 നില കെട്ടിടത്തിൽ 10 മുറിയുണ്ട്. അവിടെ 4ഉം 5ഉം പേരും വെച്ച് താമസിക്കുന്ന ഒരു കെട്ടിടത്തിൽ 6 മാസമായി ഇതിൻ്റെ വിപണനം നടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ മുറി തുറന്നപ്പോൾ നേരെയുള്ള വിഷ്വൽ നമ്മളെല്ലാവരും കണ്ടതാണ്. അതൊരു മറ വെച്ചിട്ടുള്ള പരിപാടിയൊന്നുമല്ല. അപ്പോൾ 6 മാസമായിട്ട് ആ ക്യാമ്പസിൻ്റെ ഉള്ളിലേക്ക് ഈ ഹോസ്റ്റലിൽ നിന്നൊരു വിവരം പുറത്തേക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ സംഘടനാ പ്രവർത്തകരും സംഘടനാ സംവിധാനങ്ങളൊക്കെ ഉള്ള ക്യാമ്പസാണല്ലോ അത്. അപ്പോൾ അതിലൊരു ആശങ്ക പ്രകടിപ്പിക്കേണ്ടതില്ല എന്നുള്ളതാണ്. തീർച്ചയായും ആശങ്ക പ്രകടിപ്പിക്കേണ്ടതെന്ന് മാത്രമല്ല, അതിനകത്ത് കുറേ കൂടി ഗൗരവമായ പരിശോധന നടത്തേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇതിനകത്തൊന്നും ഞങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായമില്ല. പക്ഷേ വിവരങ്ങൾ പോയിട്ടുണ്ട്. ഞാൻ വളരെ ആധികാരികമായി പറയുകയാണ്, വിവരങ്ങൾ പോയിട്ടുണ്ട്. നിങ്ങൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ട് ആദ്യത്തെ ദിവസം മൈക്കുമായി റിപ്പോർട്ടർമാർ പ്രിൻസിപ്പലിൻ്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ പ്രിൻസിപ്പൽ പറഞ്ഞ മുഴുവൻ വരിയും നിങ്ങൾ മനസ്സിരുത്തി കേട്ടാൽ അവിടുത്തെ വിദ്യാർത്ഥി യൂണിയൻ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. വിവരങ്ങൾ പോകാത്തതിൻ്റെ പ്രശ്നമില്ല, വിവരങ്ങൾ പോയിട്ടുണ്ട്. അതിനകത്തൊരു തർക്കം നിങ്ങൾക്ക് വേണ്ടതില്ല. കൃത്യമായ വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് SFI കേൾക്കാൻ കഴിയുന്ന സോഴ്സുകൾ നൽകിയിട്ടുണ്ട്. അത് ആ ക്യാമ്പസിൽ മാത്രമല്ല, എല്ലാ ക്യാമ്പസിലും ഡാറ്റ കളക്ഷൻ നടക്കുന്നുണ്ട്. ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നടക്കുന്നു മാത്രമല്ല, ഇത് കൊടുക്കുന്നതിൻ്റെ ഭാഗമായി ആക്രമിക്കപ്പെട്ടവരുടെ പട്ടികയാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായി. ഇവരാരും കയ്യും കെട്ടിയിരുന്ന് മറ്റെന്തെങ്കിലും വ്യക്തിവിരോധത്തിൻ്റെ ഭാഗമായി ആക്രമിക്കപ്പെട്ടവരല്ലെന്നേ. ഇവരല്ല ഞാനീ പറഞ്ഞ അപർണ ഇപ്പോൾ SFI സംസ്ഥാന കമ്മിറ്റി അംഗ ഒരു പെൺകുട്ടിയെ ആക്രമിക്കപ്പെട്ടത്. അന്ന് ഒരാളും സങ്കടപ്പെട്ടില്ല, അന്ന് ഒരാളും വിഷമിച്ചില്ല, അന്ന് ഒരാളും വേദനപ്പെട്ടില്ല. അന്നും ഞങ്ങൾ നടത്തിയത് ഈ മയക്കുമരുന്നിന് ലഹരി വസ്തുക്കൾക്കും എതിരായ പോരാട്ടം തന്നെയാണ്. ഒരു 2-3 വർഷത്തെ ഒരു കണക്കെടുത്താൽ ഇപ്പോൾ അലോഷി സംസ്ഥാന അധ്യക്ഷനായി 2 വർഷം പൂർത്തിയാവുകയാണ്. ഈ ക്യാമ്പസിലെ ഒരു സംഘടനാ സംവിധാനവും വിദ്യാർത്ഥികളും തമ്മിൽ ഒരു അകലം വന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? അല്ല, അതിൽ സ്വാഭാവികമായും നമ്മൾ ഇപ്പോൾ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൽ കൊറോണയ്ക്ക് ശേഷമുള്ള കാലഘട്ടത്തെ പുതിയ അറ്റ്മോസ്ഫിയർ സ്വാഭാവികമായും ഏകദേശം 1-1.5 വർഷക്കാലം വിദ്യാർത്ഥികൾ വീടുകളിൽ അടച്ച് അല്ലെങ്കിൽ മറ്റ് സൊസൈറ്റി ആയിട്ട് മറ്റ് യാതൊരു രീതിയിലേക്കുള്ള ഇൻട്രാക്ഷനുകൾ ഉണ്ടാകുന്നില്ല, സ്കൂളിൽ പോകുന്നില്ല, കളിയിടങ്ങളിലേക്ക് പോകുന്നില്ല, വീടിൻ്റെ ആ 4 ചുവരുകൾക്കുള്ളിൽ അവരുടെ ദിവസങ്ങളെ തള്ളി നീക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതിനുശേഷം വന്ന ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾ ഒരു അല്പവും കൂടി ഒരു ഉൾവലിഞ്ഞു നിൽക്കുന്നു. ഇപ്പം നമ്മൾ വിദ്യാർത്ഥികളുമായിട്ട് ഇടപഴകുമ്പോൾ നമ്മൾ ആ കൊറോണയ്ക്ക് ശേഷമുള്ള ആദ്യ കാലഘട്ടത്ത് ഉടനെ തന്നെയാണ് ഞാൻ KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷനായി വരുന്നത്. അപ്പോൾ നമ്മൾ ഫേസ് ചെയ്ത ഏറ്റവും വലിയ ഒരു തടസ്സം എന്ന് പറയുന്നത് ഈ വിദ്യാർത്ഥികൾ ഒരു ഉൾവലിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് പതിയെ ആണ് പിന്നീട് വീണ്ടും സജീവമായിട്ടുള്ള സംഘടനാ പ്രവർത്തന രീതിയിലേക്കെല്ലാം കാര്യങ്ങളെല്ലാം ഗൗരവകരമായി വരുന്നത്. എന്നിരുന്നാലും പുതിയ തലമുറയിൽപ്പെട്ട വിദ്യാർത്ഥികളെ ഈ ഒരു കൊറോണയ്ക്ക് ശേഷം അവർ സ്വാഭാവികമായും ഈ നവമാധ്യമ കണ്ടന്റുകൾ വലിയ രീതിയിലേക്ക് വിദ്യാർത്ഥികളെ സ്വാധീനിച്ചു എന്നത് ഒരു വസ്തുതയും യാഥാർത്ഥ്യം തന്നെയാണ്. പിന്നെ സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥികളുടെ ഒരു ചിന്താഗതികൾ അല്ലെങ്കിൽ സ്വാഭാവികമായും വിദ്യാർത്ഥികൾക്ക് ഇപ്പം നമുക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ നമ്മുടെ സഹപാഠിയോട് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ
അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളുടെ അടുത്ത്, നമ്മുടെ അധ്യാപകരുടെ അടുത്ത്, അതിൻ്റെ എല്ലാം ഒരു അറ്റ്മോസ്ഫിയർ നല്ല രീതിയിൽ കുറഞ്ഞു വന്നിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ അതിനെല്ലാം അഡ്രസ്സ് ചെയ്തുകൊണ്ട് അതിനെല്ലാം ഒരു പരിഹാരം കണ്ടെത്താൻ വിദ്യാർത്ഥി സംഘടനകൾ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തി ക്യാമ്പസുകളെ അല്ലെങ്കിൽ ആ ഒരു ജീവിത രീതിയെ ഒരു പഴയ രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നല്ല രീതിയിലേക്ക് നടക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് വിഷയത്തിൽ. ഇപ്പോൾ ഈ കളമശ്ശേരിത്തെ വിഷയത്തെ അടിസ്ഥാനമാക്കി സംസാരിക്കുകയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ മൊത്തം 5 ദിവസം പിന്നുള്ള ദിവസങ്ങളിലൊക്കെ വാർത്തകളിലൊക്കെ വന്നിരുന്നു. പ്രധാനപ്പെട്ട നേതാക്കളും പറഞ്ഞിരുന്നു കേരളത്തിലെ എല്ലാ ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച് റെയ്ഡ് നടത്തണം എന്നുള്ളതൊക്കെ. അപ്പോൾ ഈ ക്യാമ്പസിൻ്റെ സംവിധാനവും അവിടുത്തെ പൊളിറ്റിക്സും ഒരു സൈഡിലും ഹോസ്റ്റൽ എന്നുള്ള മറ്റൊരു പാരലൽ വേൾഡ് എന്ന രൂപത്തിലേക്ക് ഒരു ഫിൽട്ടർ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? അല്ല, ഇതിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, നമ്മൾ സംസാരിച്ചു വന്നപ്പോൾ ഈ കഴിഞ്ഞ കുറേയേറെ നാളുകളായി ഈ ഡ്രഗിൻ്റെ അല്ലെങ്കിൽ ഇതേപോലെ സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ യൂസേജ് ഭയങ്കരമായിട്ട് വർദ്ധിച്ചിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ഈ ഡ്രഗ് യൂസേജുകളെ നോർമലൈസ് ചെയ്യപ്പെട്ടു പോയ ഒരു സാഹചര്യത്തിലേക്ക് പൊതു അന്തരീക്ഷം മാറിയിട്ടുണ്ടായിരുന്നു. ഒരു വിളിപ്പാടകലെ ഇത് സുലഭമായി ലഭിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് പണ്ട് ഡ്രഗുകൾ തേടി പോകേണ്ടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ അത് തേടി നമ്മുടെ അടുത്ത് എത്തി വരുന്നൊരു, അതായത് ഈ മാഫിയ നിയന്ത്രിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ആക്സസിബിളായി കടന്നു ചെല്ലാവുന്ന ഇടങ്ങളായി കോളേജിൻ്റെ അല്ലെങ്കിൽ സ്കൂളിൻ്റെ ഹോസ്റ്റൽ മുറികൾ ഒരു പരിധി വരെ മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ മാറുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ ഇപ്പോൾ നിലവിൽ ഈ കഴിഞ്ഞ കുറേയേറെ മാസങ്ങളായി അല്ലെങ്കിൽ കുറേയേറെ നാളുകളായി ഇതിനെപ്പറ്റിയെല്ലാം ചർച്ചകൾ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്യാമ്പസിൻ്റെ അന്തരീക്ഷത്തിൽ നിന്ന് ഒരു പുറമേലേക്ക് ചർച്ചകൾ ഈ അടുത്ത കാലഘട്ടത്താണ് ഡെവലപ്പായി വരുന്നത്. അപ്പോൾ ഗൗരവകരമായി നമ്മളതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എല്ലാവരും അതിനെപ്പറ്റി ഇത്ര തീവ്രതയിലേക്ക് അതിൻ്റെ വ്യാപനം വന്നിട്ടുണ്ട് ഒരു ഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു പരിധി വരെ തന്നെ ഞാൻ യോജിക്കുന്ന വിദ്യാർത്ഥി സംഘടനകളുടെ ഇടപെടലുകൾ ഒരു പരിധിയിൽ കൂടുതൽ ഇതിനെ തടുത്തു നിർത്താൻ സാധിച്ചു, ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ട്, തടുത്തു നിർത്താൻ. പിന്നെ സ്വാഭാവികമായിട്ടും എല്ലാ ഇടങ്ങളിലേക്കും നമ്മുടെ കണ്ണുകൾ ഓടിച്ചെല്ലുന്ന അല്ലെങ്കിൽ എത്തപ്പെടാനുള്ള ഒരു പരിമിതികൾ സ്വാഭാവികമായിട്ടുമുണ്ട്. ആ പരിമിതികളെ ഒരു അവസരങ്ങളായി ഉപയോഗിച്ചുകൊണ്ട് ഈ ലഹരി മാഫിയകൾ സ്വാഭാവികമായി കടന്നു. അവിടെ ഒരു ആശങ്ക ഞാൻ ചോദിക്കുന്നത്, ക്യാമ്പസിൽ രാഷ്ട്രീയം പറയുന്ന, പ്രസംഗിക്കുന്ന, ഇടപെടുന്ന ആളുകൾ ഹോസ്റ്റലിലേക്ക് എത്തുമ്പോൾ മറ്റൊരു വേഷം കെട്ടി ലഹരി വിൽപ്പന, ലഹരി വ്യാപനത്തിൻ്റെ ആളുകളായി മാറുന്ന ഈ കളമശ്ശേരി കേസിൽ തന്നെ നമ്മൾ കണ്ട ഒരു ആശങ്ക അതാണ്, സംഘടന ഭാഗമായി നിന്ന ഒരാളെന്ന നിലക്ക്. അപ്പോൾ ഈ ഹോസ്റ്റലുകൾക്ക് ഉള്ളിൽ ഈ പൊളിറ്റിക്സിനൊരു സ്വാധീനം എത്തുന്നില്ല എന്നൊരു ആശങ്ക ഉണ്ടോ? ഇതിനകത്ത് എനിക്ക് ഈ ചർച്ചകളിൽ പ്രധാനമായി എനിക്ക് ഉന്നയിക്കാനുള്ളൊരു വിഷയം, നമ്മളിതിനെ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ സാമാന്യവൽക്കരണം പൂർണ്ണ ഒഴിവാക്കണം. കളമശ്ശേരിയിലെ ഹോസ്റ്റലിൽ അനിഷ്ട സംഭവം ഉണ്ടായി, പക്ഷെ കേരളത്തിൻ്റെ മുഴുവൻ ഹോസ്റ്റലുകളിലും ഇതാണ് ചിത്രം എന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും? നമുക്ക് അങ്ങ് ഒരിക്കലും അങ്ങനെ പറയാൻ കഴിയില്ല. ഒരു ഡേറ്റയും നമ്മളിതിനെ പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം കേരളത്തിൻ്റെ ക്യാമ്പസുകൾക്കകത്ത് ഇത് ഉപയോഗിക്കുന്നവരുണ്ടായേക്കാം, ഇല്ലാതൊന്നും നമുക്ക് തർപ്പിച്ച് പറയാൻ പറ്റില്ല, ഉണ്ടായേക്കാം. അവർ ചിലർ ഹോസ്റ്റലിൽ താമസിക്കുന്നുണ്ടായേക്കാം. പക്ഷേ കേരളത്തിൻ്റെ ക്യാമ്പസുകളുടെ ഹോസ്റ്റൽ ഇതിൻ്റെ കേന്ദ്രമാണെന്ന് നമുക്കിങ്ങനെ പറയാൻ പറ്റില്ല. കേന്ദ്രമാണെന്നുള്ള വാദമില്ലെങ്കിലും ഇപ്പോൾ കഴിഞ്ഞൊരു 3 മാസ വാർത്തകൾ എടുത്താൽ റാഗിങ്ങിൻ്റെ പ്രശ്നങ്ങൾ കേരളത്തിലെ ഈ ക്യാമ്പസുകളിൽ നിന്നുള്ള ഹോസ്റ്റലിൽ നിന്നുണ്ടായതാണ്. ലഹരി വിൽപ്പന, ലഹരി ഉപയോഗത്തിൻ്റെ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൂർണ്ണമായി അങ്ങനെ ഒരു കളമശ്ശേരി സംഭവത്തിലേക്ക് ചുരുക്കുന്നു എന്ന ആശങ്ക കൂടെ ഇല്ലേ അതിൽ? ഇല്ല, അത് ഞാൻ പറയും, സാമാന്യവൽക്കരണം നമുക്ക് ഒട്ടും ഗുണം ചെയ്യില്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ നമ്മളെല്ലാ പ്രശ്നം, നമ്മൾ ഓരോ കോളേജിൻ്റെ ഹോസ്റ്റൽ ചൂണ്ടിക്കാണിച്ചിട്ട് ചില രാഷ്ട്രീയ പ്രചരണങ്ങൾ വന്നു, ഇന്ന ഹോസ്റ്റൽ പ്രശ്നമാണ്, ഇന്ന ഹോസ്റ്റൽ പ്രശ്നമാണ്. അതെ, നമ്മൾ സത്യത്തിൽ അവിടെ പഠിക്കുന്ന, അവിടെ താമസിക്കുന്ന വിദ്യാർത്ഥികളുടെ ഇൻറ്റഗ്രിറ്റിയെ കൂടി ചോദ്യം ചെയ്യുന്നുണ്ട്. ചോദ്യമുനയിൽ നിർത്തുന്ന ഒരു പ്രശ്നമുണ്ട്. ഇത് കാണുന്നൊരു പൊതുസമൂഹം അപ്പുറത്തുണ്ടേ. ആ ഹോസ്റ്റലിൽ നിന്നൊരു വിദ്യാർത്ഥി ഇറങ്ങി വരുമ്പോൾ ആ വിദ്യാർത്ഥി എങ്ങനെയായിരിക്കും ഈ പ്രചരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ പൊതുസമൂഹം കാണാൻ വേണ്ടി പോകുന്നത്? അതുകൊണ്ട് സാമാന്യവൽക്കരണത്തോട് SFIക്ക് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയില്ല. പ്രശ്നങ്ങളുള്ളിടത്താണ് പരിഹരിക്കപ്പെടുന്നത്. അതിൽ ഞങ്ങളെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് കൃത്യമായ പ്രതിരോധം എന്ന് പറയുന്നത് ഇവരെ അകത്തേക്ക് കടക്കാതിരിക്കാതെ പ്രതിരോധിക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അത് ഞങ്ങൾ സ്ട്രോങ് ആയി എല്ലാ ക്യാമ്പസിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തുടർന്ന് ചെയ്യും. അതായത് ഈ കണക്ഷൻ അവസാനിപ്പിക്കുക. പുറത്തു നിന്നുള്ള ഈ പറയുന്ന പോലെ ലഹരി മാഫിയയുടെ ബോധപൂർവമായി ഈ ക്യാമ്പസുകളെ, ടീനേജേഴ്സിനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ കേന്ദ്രമായി ഹോസ്റ്റലിൽ ഉപയോഗിക്കുന്നുള്ളതാണ് നിങ്ങളുടെ ആക്ഷേപം. ഇപ്പോൾ ഒരു ഉദാഹരണം ഇവിടെ വന്നു, അങ്ങനെ ആരെങ്കിലും ഒരു ഭാവിയിൽ ശ്രമിച്ചാലോ? പ്രധാനപ്പെട്ട ചോദ്യം, അത് പ്രധാനപ്പെട്ട ഒരു ആശങ്കയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ ഇത് ഉപയോഗപ്പെട്ടാലും ചോദിക്കുന്നു. പക്ഷേ ഇത് അതായതുകൊണ്ട് ഇതെല്ലാം ഇങ്ങനെയാണെന്ന് പറഞ്ഞു നോക്കുന്ന യോജിപ്പില്ല. അങ്ങനെ ഉണ്ടാവാതിരിക്കാനുള്ള ഇടപെടലാണ് നമ്മൾ നടത്തേണ്ടത്. അതിൽ യോജിച്ച സമീപനം സ്വീകരിക്കുന്നതിനകത്ത് നമുക്കൊരു പ്രയാസമില്ല.
ഞാൻ ഒന്നും കൂടി വ്യക്തത വരുത്തിയാൽ ഇപ്പം നമ്മൾ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾ എന്ന് പറയുമ്പോൾ ലഘുലേഖ വിതരണം, ഫ്ലാഷ് മോബ്, അതല്ലെങ്കിൽ ഇപ്പോൾ ക്യാമ്പസിൽ കുറച്ച് പ്രസംഗം നടത്തുന്നു, ഇതിനപ്പുറത്തേക്ക് ഇത് ഒട്ടും ഉപകരിക്കുന്നില്ല എന്നുള്ള വാദമില്ല. പക്ഷേ ഇത് സമീപകാലങ്ങളിൽ നടന്നു വരുന്ന കാര്യമാണ്. ഇതിനപ്പുറത്തേക്ക് കുറച്ചും കൂടി പ്രായോഗികമായി SFIയുടെയും KSUവിൻ്റെയും ഒരു സമീപ ദിവസങ്ങളിലേക്കുള്ള ആക്ഷൻ പ്ലാൻ ശരിക്കും എന്താണ്? ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു പ്രധാനം, ഇതിന് കുറച്ച് ജനറലായി മറുപടി കണ്ട ഒരു ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചത്. ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റായി നാളെ സൂചിട്ട പോലെ അവസാനിപ്പിക്കുക എന്ന പ്രശ്നമാണ്. അല്ല, ഇതിൻ്റെ റൂട്ട് കോസ് അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്. ഇപ്പോൾ എന്താ നമ്മൾ നേരിടുന്ന പ്രശ്നം? നമ്മുടെ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ടീനേജേഴ്സിനകത്ത് ഒരു ചെറു ന്യൂനപക്ഷം ഒന്നും ഞാൻ അവകാശപ്പെടുന്നു, ഇല്ലെങ്കിൽ പോലും ആ ന്യൂനപക്ഷത്തെക്കാൾ കുറച്ചുകൂടി വലിയൊരു ശതമാനം വിദ്യാർത്ഥികൾ സാമൂഹ്യ മാധ്യമങ്ങളാണ് പൊതുസമൂഹം എന്ന് ചിന്തിക്കുന്നവരായി മാറിയിട്ടുണ്ട്. അവരുടെ പൊതുസമൂഹം സാമൂഹ്യ മാധ്യമങ്ങളിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. അവർക്ക് പൊതുസമൂഹവുമായി ബന്ധമില്ലാതെ വരുന്നു, അവർക്ക് പൊതുബോധവുമായി ബന്ധമില്ലാതെ വരുന്നു, സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാതെ വരുന്നു. അവരാണ് സത്യത്തിൽ അവരിലേക്കാണ് കുറേ കൂടി ഇൻറ്റൻസിഫൈഡായി ഈ മാഫിയകൾ പിടിമുറുക്കാൻ ശ്രമിക്കുന്നത്. അവരുടെ ജീവിത ബന്ധങ്ങൾ പോലും പുനർനിർവചിക്കപ്പെടുകയാണ്. അച്ഛനും അമ്മയോടുള്ള ബന്ധം പുനർനിർവചിക്കപ്പെടുന്നു, സഹപാഠികളുമായുള്ള ബന്ധത്തിൽ പഴയ തീവ്രത നഷ്ടപ്പെടുന്നു, കൂട്ടുകാരില്ലാതെയാവുന്നു. അവരവരുടെ മുറി, അവരുടെ ആവാസ വ്യവസ്ഥിതി, അവരുടേതായൊരു സർക്കിളിലേക്ക് മാത്രം ചുരുങ്ങിപ്പോവുകയാണ്. ഇതിനെ സത്യത്തിൽ നമ്മൾ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ചില മാറ്റങ്ങൾ, പൊതുവായ മാറ്റം. സാധാരണഗതിയിൽ ഒരു വിദ്യാർത്ഥി ക്യാമ്പസിനകത്തല്ലല്ലോ ജനിച്ചു വീഴുന്നത്. ഓരോ കുടുംബത്തിലും ജനിച്ചു വീഴുന്ന വിദ്യാർത്ഥി അവൻ്റെ കുടുംബം നിൽക്കുന്ന സാമൂഹ്യ പരിവസ്ഥയിൽ നിന്ന് വളർന്നാണ് ക്യാമ്പസിലേക്ക് വരുന്നത്. അപ്പോൾ സമൂഹത്തിലുണ്ടാകുന്ന എല്ലാ മാറ്റങ്ങളും കുറേ കൂടി തീവ്രമായി പ്രതിഫലിക്കുന്നത് ഈ വിദ്യാർത്ഥിയിലായിരിക്കും. പക്ഷെ അതിലൊരു ആ വാക്കിൽ തന്നെ ഒരു പ്രാധാന്യമുണ്ട്. കുറച്ചും കൂടി തീവ്രമായി പ്രതിഫലിക്കാൻ ഒരു കൂട്ടായ്മയുടെ സ്വാധീനം കൂടെ അവിടെ. അതെ. ഈ ഞാൻ ഈ പറഞ്ഞ സാമൂഹ്യ മാധ്യമങ്ങളിലേക്ക് മാത്രം ചുരുങ്ങിപ്പോകുന്ന, ഞാൻ ഫോണെന്ന് പറഞ്ഞതിനെ പരിമിതിപ്പെടുത്തുന്നില്ല, സാമൂഹ്യ മാധ്യമങ്ങളിലേക്ക് മാത്രം ചുരുങ്ങിപ്പോകുന്ന നമ്മുടെ വലിയൊരു ശതമാനം വരുന്ന, അല്ലെങ്കിൽ ഒരു ശതമാനം വരുന്ന ചെറുപ്പക്കാർ, അവർക്ക് ഈ സാമൂഹ്യ ബന്ധത്തിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട പ്രോസസ്സ്. കാരണം ഇത് തെറ്റാണെന്നാലും പറഞ്ഞു കൊടുക്കണ്ടേ? അവർ നോക്കുന്ന സാമൂഹ്യ മാധ്യമത്തിൽ തെറ്റല്ല. അവരുടെ ഉള്ളിലേക്ക് വരുന്ന, അവരുടെ ഫോണിലേക്ക് വരുന്ന, അവരുടെ സാമൂഹ്യ മാധ്യമത്തിൽ വരുന്ന കണ്ടന്റിൽ ഈ ഡ്രഗ് യൂസ് തെറ്റല്ല. അവർ കാണുന്ന സിനിമകളിൽ ഈ ഡ്രഗ് യൂസ് തെറ്റല്ല. അവരുടെ ഉള്ളിലേക്ക് അവരുടെ പലപ്പോഴും ഞങ്ങൾ തമാശയ്ക്ക് നിങ്ങൾ സഹപാഠികൾ സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ കൊച്ചു കാലത്ത് സൂപ്പർ ഹീറോസ് ആരായിരുന്നു, ഇപ്പോഴത്തെ കുട്ടികൾ സൂപ്പർ ഹീറോസ്? പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഞങ്ങൾ മാറ്റം എന്ന് പറഞ്ഞാൽ ഏത് മാറ്റാം? നമ്മൾ 70 വയസ്സുള്ള 50 വയസ്സുള്ള 40 വയസ്സുള്ള ആളിനെ പറ്റിയല്ല പറയുന്നത്. ഇപ്പോൾ ക്യാമ്പസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ കാര്യവും തൊട്ടു പുറകെ വരുന്ന ഞങ്ങളുടെ അനിയന്മാരുടെയും അനിയത്തിമാരുടെയും കാര്യം പറയുന്നത്. 3-4 വയസ്സ് മാത്രം വ്യത്യാസമുള്ള കാര്യം പറയുന്നത്. ഇപ്പോൾ ഞങ്ങൾ കൊച്ചിലെ ഞങ്ങളുടെ സൂപ്പർ ഹീറോസ് ആരാ? സ്പൈഡർമാനെ കണ്ടിരുന്ന, സൂപ്പർമാനെ കണ്ടിരുന്ന, ബാറ്റ്മാനെ കണ്ടിരുന്ന, അതുപോലെയുള്ള സൂപ്പർ ഹീറോ. അവരുടെ പ്രത്യേകത എന്താ? അവരെല്ലാം തിന്മകൾക്കെതിരായി പോരാട്ടം നടത്തിയതാണ്. ഇല്ലേ? ഒരു വില്ലൻ വരുന്നു, ആ വില്ലനെ തോൽപ്പിക്കാൻ നന്മയുടെ ഭാഗമായി യുദ്ധം ഉണ്ടാക്കുന്നു. ശരി, യുദ്ധം പഴക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോഴത്തെ സൂപ്പർ ഹീറോസ് ആരാ? ഇൻസ്റ്റഗ്രാം എടുത്താലൊരു സൂപ്പർ ഹീറോ ആരാ? എല്ലാ വഷളത്തരവും പിന്തിരിപ്പനാശവും പറയുന്ന ചില ഇൻസ്റ്റഗ്രാമേഴ്സ്, അവരുടെ പേര് പോലും പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവരാറ് സൂപ്പർ ഹീറോസായി വരിക? നമ്മുടെ കുഞ്ഞുങ്ങൾ സൂപ്പർ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ട്. സിനിമ എടുത്താലോ? പണ്ട് സിനിമ എടുത്താൽ നായക കഥാപാത്രം എന്ന് പറയുന്നത് നന്മയുടെ രൂപവും വില്ലൻ എന്ന് പറയുന്നത് തിന്മയുടെ രൂപമായിരുന്നു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ പുതുതലമുറയെ സ്വാധീനിക്കുന്ന ആരാ? വില്ലനാണ് സ്വാധീനിക്കുന്നത്. ആ വില്ലനൊരു താരപരിവേഷം ഉണ്ടാകാണ്. ഗുണ്ടാ നേതാക്കന്മാർക്കൊരു താരപരിവേഷം ഉണ്ടാകണം. അതിൽ അലോഷിയോട് എനിക്ക് കടുത്ത വിയോജിപ്പ്. ഈ ഇൻ്റർവ്യൂ ഞാൻ രേഖപ്പെടുത്തുകയാണ്. തൃശ്ശൂർ ജില്ലാ പ്രസിഡൻ്റായ ഗോകുൽ ഗുരുവായൂരിൻ്റെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ഗുണ്ടാ നേതാവുമായി ചിത്രം ഞങ്ങളാരും ഒളിച്ചിരുന്ന് ക്യാമറയിൽ ഫോട്ടോ എടുത്ത് പ്രദർശിപ്പിച്ചല്ല കേട്ടോ. അയാൾ തന്നെ അയാളുടെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച ചിത്രം പുറത്ത് വന്നിട്ട് 24 മണിക്കൂറായിട്ട് ഒരു പ്രതികരണം നടത്താൻ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റോ സംസ്ഥാന കമ്മിറ്റിയോ തയ്യാറായിട്ടില്ല എന്നുള്ളത് വളരെ ഗൗരവത്തോടെ ഞങ്ങൾ കാണുകയാണ്. മുമ്പിലുണ്ട്. ഞാൻ ഒരു കാര്യം കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ആലോചിച്ചോട് ചോദിച്ചു, ഈ താരപരിവേഷം ആർക്ക് കിട്ടുന്ന താരപരിവേഷം?
ഈ ഗുണ്ടകൾക്ക് കിട്ടുന്ന വിദ്യാർത്ഥികൾക്കിടയിൽ വയലൻസ് പ്രോത്സാഹിപ്പിക്കുന്ന, മയക്കുമരുന്ന് പ്രോത്സാഹിപ്പിക്കുന്ന, ഏറ്റവും സിന്തറ്റിക് ഡ്രഗ്സ് ഉൾപ്പെടെ പ്രോത്സാഹിപ്പിക്കുന്ന ഗുണ്ടകൾക്ക് കിട്ടുന്ന താരപരിവേഷത്തെ പറ്റി പൊതുസമൂഹം വളരെ ഗൗരവമായി ചർച്ച ചെയ്ത് അത് തിരുത്തണം എന്ന് നമ്മൾ പൊതുസമൂഹത്തോടും വിദ്യാർത്ഥികളോടും നിങ്ങൾ കാണിക്കുന്നത് ശരിയല്ല, ഇത് താരങ്ങളല്ല, ഇവർ ഈ സമൂഹത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയവാദികളും അരാജകത്വ പ്രവണത കാണിക്കുന്നവരും ക്രിമിനൽസുമാണെന്ന് തിരുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ക്രിമിനൽസിനോടൊപ്പം ചെങ്ങാത്തം പുലർത്തുന്നവർ കേസ് മാതൃകയായി സൂക്ഷിക്കണം. അതായത് ചോദ്യം ഒന്നും കൂടി ഞാൻ ചുരുക്കി പറയുകയാണെങ്കിൽ 24 മണിക്കൂർ കഴിഞ്ഞിട്ടും സംസ്ഥാന കമ്മിറ്റിയോ അധ്യക്ഷനോ അക്കാര്യത്തിൽ പ്രതികരിക്കുകയോ നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ഒരിക്കലുമല്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 24 മണിക്കൂറുകൾ പൂർത്തിയായെന്ന് പറഞ്ഞു. നമ്മൾ സാമൂഹിക വാർത്തകളിലൂടെയാണ് ഈ കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. വാർത്തയിലൂടെ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ട ആ നിമിഷം തന്നെ ഇതിനെപ്പറ്റി ഗൗരവകരമായി അന്വേഷിക്കാൻ നമ്മുടെ സംസ്ഥാന ഭാരവാഹി, തൃശ്ശൂർ ജില്ലയുടെ ചുമതലയുള്ള നമ്മുടെ സംസ്ഥാന ഭാരവാഹി നമ്മൾ ചുമതലപ്പെടുത്തിയിരുന്നു. അതിൽ പരിമിതമായിട്ടുള്ള അറിവ് വെച്ച് ഇത് അടുത്ത കാലത്ത് എടുത്ത ചിത്രമോ ഒന്നും അതിനെയൊന്നും വലിയ രീതിയിലേക്ക് അതിനെ ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ മെറിറ്റുകളോ ഡിമെറിറ്റുകളെ കുറിച്ച് സംസാരിക്കുകയോ അല്ല. അതിനെപ്പറ്റി വളരെ ഗൗരവകരമായിട്ട് എന്താണ് അതിൻ്റെ പിന്നിൽ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആ വ്യക്തിയുമായിട്ട് യാതൊരു രീതിയിലേക്കുള്ള അടുത്ത ബന്ധം ഒന്നും കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയല്ല ഈ പറയുന്ന KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ്. വളരെ ഗൗരവകരമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ഞങ്ങളുടെ കീഴ്ഘടകങ്ങൾക്ക് ഞങ്ങൾ ചുമതല കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ട് കിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്നും അതിൻ്റെ യാഥാർത്ഥ്യത്തെപ്പറ്റി മനസ്സിലാക്കാതെ നമ്മൾ എവിടെ. പക്ഷെ അവിടെ ഒരു പ്രശ്നം നിലനിൽക്കുന്നത്, ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രതിനിധി എന്ന നിലക്ക് അത്ര ഒരു ഫോട്ടോ പബ്ലിക്കിലേക്ക് സ്വന്തം അക്കൗണ്ടിലൂടെ പങ്കുവെക്കുന്ന ഒരു സമയത്ത് ഒരു തരം മെസ്സേജ് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. അതൊന്നും തിരുത്തണം എന്നുള്ള പ്രതികരണം. തീർച്ചയായിട്ടും ഞാനല്ലോ ഈ ഘട്ടത്തിലെങ്കിലും തള്ളി പറഞ്ഞില്ല. എന്റെ ആശങ്ക അതാണ്. കാരണം ആ വിഷയത്തെ ന്യായീകരിക്കുകയോ അതിന്റെ മെറിറ്റിനെ പറ്റിയോ ഡിമെറിറ്റിനെ കുറിച്ച് ഗൂഗിൾ ഗുരുവായൂർ ചെയ്തത് തെറ്റാണെന്നൊരു വാക്ക് അലോഷി വളരെ ആകാംക്ഷയോടെ ഞാൻ അലോഷി വാക്ക് ശ്രദ്ധിക്കുകയായിരുന്നു. അല്ല, സ്വാഭാവികമായും നമ്മൾ ഒരു വിഷയം നമ്മുടെ മുൻപിലേക്ക് വരുന്നു, നമ്മൾ വൺ സൈഡഡ് ആയി നമ്മൾ അതിൽ മറുപടി പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. അത്തരത്തിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട ഘട്ടത്തിൽ തന്നെ അതിനെപ്പറ്റി നമ്മൾ ചുമതല കൊടുത്തു, നമ്മൾ അതിനെപ്പറ്റി സ്വാഭാവികമായും. അല്ല, ഞാൻ ഇതില് ശിവപ്രസാദ് പറയുന്നു, ഇതിലിപ്പോ ഗൂഗിൾ ഗുരുവായൂരിന്റെ ഒരു ഇഷ്യൂ കോട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹീറോയിക് പരിവേഷത്തിൽ ഇതിനെപ്പറ്റിയുള്ള വിഷയങ്ങളെ പറ്റി എല്ലാം സംസാരിക്കും. നമ്മുടെ മുൻപിൽ എത്രയോ ഉദാഹരണങ്ങൾ മുൻപന്തിയിലുണ്ട്. ഈ പറയുന്ന TP ചന്ദ്രശേഖരന്റെ അതുമായി ബന്ധപ്പെട്ട് അല്ല, ഞാൻ രാഷ്ട്രീയം ഇതിന്റെ ആശങ്ക അതാണ് എനിക്കുള്ളത്. സ്വാഭാവികമായും ഇപ്പൊ ശിവപ്രസാദ് ഞാനത് കേൾക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് അലോഷിക്ക് പറയാം, ഒരു മറുവാദ രാഷ്ട്രീയം. പക്ഷെ അവിടെ ആശങ്ക എന്താ വെച്ചാൽ നമ്മൾ ചർച്ച ഒന്ന് എന്ത് ചെയ്യുന്നുണ്ട്, പരിധി വിട്ടു പോകുന്നുണ്ട്. പക്ഷെ അത് കേൾക്കാൻ ഞാനും ബാധ്യസ്ഥനാണ്. കാരണം ശിവപ്രസാദ് പറഞ്ഞ മുഴുവൻ കേട്ട ആളാണ്. പക്ഷെ എന്നോട് ഒരു കാര്യം കൂടി ഞാൻ ക്ലാരിറ്റി വരുത്താനുള്ളത്, ആ ചിത്രം എന്തായാലും AI ജനറേറ്റഡോ അതല്ലെങ്കിൽ എഡിറ്റഡോ എന്നല്ല, അത് ആളുടെ പ്രൊഫൈലിൽ ഷെയർ ചെയ്യപ്പെട്ടതാണ്. അങ്ങനെ ഒരു ചിത്രം പബ്ലിക്കിലേക്ക് വന്നത് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു എന്നുള്ളൊരു ഒരൊറ്റ വരി സ്റ്റേറ്റ്മെന്റ്. അത് തീർച്ചയായിട്ടും സംഭവിക്കാൻ പാടില്ലാത്തതാണ് എന്ന് കൃത്യമായിട്ടുള്ളൊരു ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് പക്ഷേ ഇതിന്റെ എന്താണ് അത് എന്നതിനെ പറ്റി നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ബോധ്യം വരാതെ, അല്ലാതെ സംഘടനാ സംവിധാനത്തിന് അന്വേഷണ റിപ്പോർട്ട് വന്നതിന് ശേഷം നമ്മൾ എന്താണ് അതിന്റെ യാഥാർത്ഥ്യം എന്നതിനെ പറ്റി നമ്മൾ അതിനെപ്പറ്റി പൊതുമാധ്യമങ്ങൾ ഉൾപ്പെടെ നമ്മൾ ബോധ്യപ്പെടുത്തും. അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഗൂഗിൾ ഗുരുവായൂരിനെ കോട്ട് ചെയ്ത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പറേ SFIയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ CPയുമായി ബന്ധപ്പെട്ടോ എത്രയോ വിഷയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം TP ചന്ദ്രശേഖരന്റെ വധക്കേസുമായി ബന്ധപ്പെട്ട അതിലെ മുഖ്യപ്രതിയായ ഷാഫി, അദ്ദേഹത്തിന്റെ പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ വിവാഹം ഉൾപ്പെടെ നടത്തിക്കൊടുത്തത് ഇപ്പം നിലവിലത്തെ സ്പീക്കർ ഉൾപ്പെടെയുള്ള ആളുകളാണ്. അല്ലെങ്കിൽ പത്തനംതിട്ടയിൽ ഈ പറയുന്ന വീണ ജോർജ് മിനിസ്റ്റർ കാപ്പ കേസിൽ പ്രതിയായിരുന്ന വ്യക്തി പുറത്തു വന്നതിന് ശേഷം അദ്ദേഹത്തെ മാലയിട്ട് സ്വീകരിക്കുന്നു. ഇവിടെ ഒരു ആശങ്ക നിലനിൽക്കുന്നത്, ശിവപ്രസാദ് ഒരു ആരോപണം ഉന്നയിക്കുന്നു, അപ്പോൾ ഒരു മറു ആരോപണം ഉന്നയിക്കുന്നു. ഇതിന്റെ ഒരു പരിമിതി എന്താ വെച്ചാൽ ടെലിവിഷൻ ചാനൽ ചർച്ച പോലെ ചുരുങ്ങി പോകും, നമ്മൾ ഒരു മെറിറ്റിലേക്ക് വിഷയം എത്തുന്നില്ല എന്നൊരു ആശങ്ക. ഞാൻ ഉന്നയിച്ചത് ഒരു രാഷ്ട്രീയ ആരോപണം അല്ല, മാത്രമല്ല അത് കഴിഞ്ഞ ദിവസം ഉണ്ടായതാണെന്നുള്ള. ഞാൻ നിങ്ങളുടെ ചോദ്യത്തിന് ഡയറക്റ്റായി ഗൂഗിൾ ഗുരുവായൂർ ഇങ്ങനെ ചെയ്തില്ലേ എന്നല്ല ചോദിച്ചത്. അത് മനസ്സിലായി. ഞാൻ എനിക്ക് വേണമെങ്കിൽ ഈ ചർച്ച ആരംഭിക്കുമ്പോൾ തന്നെ വിഷയം പറയാം. ഞാൻ പറഞ്ഞ പ്രശ്നം ഈ ചെറുപ്പക്കാർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന തെറ്റായ മെസ്സേജുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു തെറ്റായ മെസ്സേജാണ് ഈ പറയുന്ന ഗുണ്ടകൾക്കും സാമൂഹ്യ വിരുദ്ധന്മാർക്കും കിട്ടുന്ന ഒരു ചെറുപ്പക്കാർക്കിടയിൽ കിട്ടുന്ന ഹൈ ക്ലാസ്
ഞാൻ ആ വാക്ക് വീണ്ടും ഹൈ ക്ലാസ് സോഷ്യൽ സ്റ്റാറ്റസ്. ആ സ്റ്റാറ്റസിനെ പൊളിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് ഈ മേശയ്ക്ക് ഇപ്പുറത്തിരിക്കുന്ന ഞാനും മേശയ്ക്ക് അല്ല അത്തരം പരിവേഷങ്ങൾ കൊടുക്കരുത് എന്നാണ് അലോഷ് അഭിപ്രായം പറഞ്ഞത്. ഞാൻ ഒരു കാര്യം കൂടി ആഡ് നേരത്തെ ശിവപ്രസാദ് പറഞ്ഞതിൻ്റെ ബാക്കി SFIയുടെ ഒരു ആക്ഷൻ പ്ലാനിൻ്റെ ഒരു പ്രഥമ ഘട്ടമാണ് ശിവപ്രസാദ് സംസാരിച്ചത്. KSUവിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ നിലവിൽ കാസർഗോഡ് നിന്ന് ആരംഭിച്ച യാത്ര കോട്ടയത്ത് നിൽക്കുമ്പോഴാണ് നമ്മൾ സംസാരിക്കുന്നത്. എന്താണ് KSU ഈ വിഷയത്തിൽ ഇതിൻ്റെ ഒരു അടിയന്തര സ്വഭാവം പരിഗണിച്ചെടുക്കാൻ പോകുന്ന ആക്ഷൻ? അല്ല, ഈ വിഷയത്തെ വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ വിഷയങ്ങളെ ഞങ്ങൾ 2 തരത്തിലാണ് ഞങ്ങൾ അഡ്രസ്സ് ചെയ്തത്. ഞങ്ങൾ ആദ്യഘട്ടത്തിൽ ഞങ്ങൾ സർക്കാരിൻ്റെ അടുത്ത് പറഞ്ഞു, സർക്കാരിന് വലിയ രീതിയിലേക്കുള്ള ജാഗ്രത കുറവുണ്ടായി, അല്ലെങ്കിൽ കഴിഞ്ഞ കുറേയേറെ നാളുകളായി വലിയ രീതിയിലേക്ക് ഈ വിഷയം വളർന്നു വന്നിരുന്നു എന്നുള്ളൊരു വിഷയം ഞങ്ങളുടെ മുൻപിലുണ്ടായിരുന്നു. അങ്ങനെ ജാഗ്രത കുറവുണ്ടായി എന്ന് സർക്കാരിൻ്റെ അടുത്ത് പറയുമ്പോഴും അതിനുശേഷം ഞങ്ങൾ ഈ കാസർഗോഡ് നിന്ന് ക്യാമ്പസ് ജാഗരണ യാത്ര എന്ന് പറയുന്ന യാത്ര ആരംഭിച്ച് ഇന്ന് കോട്ടയം ജില്ലയിൽ എത്തുകയാണ്. ഓരോ ജില്ലയിൽ ഞങ്ങൾ മാധ്യമങ്ങളെ കാണുമ്പോഴും ഞങ്ങൾ യാത്ര തുടങ്ങുന്നതിന് മുൻപ് ഞങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് ക്ലിയർ ആയിരുന്നു. ഈ സർക്കാർ എടുക്കുന്ന ലഹരി വിരുദ്ധ പോരാട്ടങ്ങൾക്ക് ഏത് തലം വരെയിലുള്ള പിന്തുണ ഒരു വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ ഞങ്ങൾ നൽകുമെന്നത്. കാരണം നമുക്ക് ഇത് പരസ്പര രാഷ്ട്രീയ പഴിചാരലുകൾ കൊണ്ടോ പരസ്പര ആരോപണ പ്രത്യാരോപണങ്ങൾ കൊണ്ടോ ഈ വിഷയത്തെ മറ്റു തലങ്ങളിലേക്ക് ഡൈവേർട്ട് ചെയ്ത് ഇതിൻ്റെ യഥാർത്ഥ കുറ്റവാളികൾ എന്നല്ല, ഈ ലഹരി മാഫിയെ നിയന്ത്രിക്കുന്ന ആളുകൾ രക്ഷപ്പെടാൻ പാടില്ല. അതിന് സർക്കാർ ക്രിയാത്മകമായിട്ട് ഇടപെടണമെന്നും ആ ഇടപെടലുകൾക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു വിദ്യാർത്ഥി സംഘടന എന്ന രീതിയിൽ ഞങ്ങളുടെ പിന്തുണ ഉണ്ടാകുമെന്ന് ഞങ്ങൾ കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് മുന്നിട്ട് അത് ശിവപ്രസാദ് സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഒരു ദിവസം കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രക്രിയയല്ല, ഇതൊരു ലോങ് ലാസ്റ്റിംഗ് പ്രോസസ്സാണ്. ഇവിടെ സർക്കാർ കൃത്യമായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്നു കഴിയുമ്പോൾ വിദ്യാർത്ഥി സംഘടനകളെല്ലാം അതിൻ്റെ ഭാഗമായി ചേരുമ്പോൾ മാധ്യമങ്ങളും പൊതുസമൂഹങ്ങളും എല്ലാം ഇതിൻ്റെ ഭാഗമായി ചേരുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്നുകൊണ്ട് ഈ വിപത്തിനെ നമുക്ക് തടയിടാൻ സാധിക്കും. അപ്പോൾ ഞങ്ങൾ 1ാം ഘട്ടമായി ഒരു പ്രചരണ പരിപാടി എന്ന രീതിയിലേക്ക് ഈ യാത്ര ഞങ്ങൾ നടത്തുന്നു. അതിനുശേഷം 1 വർഷം നീണ്ടു നിൽക്കുന്ന ലഹരി വിരുദ്ധ പോരാട്ടങ്ങൾക്കാണ് തുടക്കം കുറിക്കുന്നത്. അത് ക്യാമ്പസ് തലങ്ങളിലും പ്രാദേശിക തലങ്ങളിലും ജില്ലാ അടിസ്ഥാനത്തിലും ലഹരി വിരുദ്ധ സേനകൾ, അത് പണ്ടെല്ലാം അത്തരത്തിലുള്ള സേനകളെല്ലാം ഉണ്ടായിരുന്നുവെങ്കിലും ഇടക്കാലഘട്ടത്ത് ഇതിനെ വലിയ ഗൗരവകരമായി നമ്മളാരും ചിന്തിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഇത് നോർമലൈസ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം. ഡ്രഗ് യൂസേജ് എന്ന് പറയുന്നത് ഒരു നോർമലൈസ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക്. അതിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു കാലഘട്ടത്ത് മദ്യമായിരുന്നു ട്രെൻഡെങ്കിൽ പിന്നീട് കഞ്ചാവായിരുന്നു ട്രെൻഡെങ്കിൽ, അല്ലെങ്കിൽ അതിങ്ങനെ ഒന്നിനു പുറമെ ഇതിൻ്റെ ഈ ലഹരി മാഫിയകൾ പുതിയ രൂപത്തിലേക്ക് അതിനെ വളർത്തിക്കൊണ്ട് പോവുകയാണ്. ഇപ്പോൾ നിലവിൽ സിന്തറ്റിക് ഡ്രഗ് എന്ന് പറയുന്ന അതിഭീകരമായിട്ടുള്ള, അതായത് നമ്മുടെ മസ്തിഷ്കങ്ങളെ, നമ്മുടെ ചിന്താഗതികളെ പോലും നിയന്ത്രിക്കുന്ന തരങ്ങളിലേക്ക് രാസലഹരിയുടെ വളർച്ച ഉണ്ടായിട്ടുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമ്മൾ എല്ലാ സംഘടനകളും എല്ലാവരും കൂടെ കൂട്ടായി നിന്നുകൊണ്ട് സർക്കാരിനൊപ്പം നിന്നുകൊണ്ട് സർക്കാരും പ്രതിപക്ഷവും വിദ്യാർത്ഥി സംഘടനകളും മാധ്യമങ്ങളും മറ്റ് രാഷ്ട്രീയമുള്ള ആളുകളും ഇല്ലാത്തവരും എല്ലാം ചേർന്നുകൊണ്ട് നമുക്ക് ഈ വിപത്തിനെ നമുക്ക് ക്രിയേറ്റീവായിട്ടുള്ള ഒരു പൊളിറ്റിക്സിലേക്ക് അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവായിട്ട് ഡിസ്കഷനിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് എല്ലാവർക്കും ചേർന്നുകൊണ്ട് ഈ ക്യാമ്പസിൽ നിന്ന് ഈ വിപത്തിനെ നമുക്ക് തുടച്ചു നിൽക്കേണ്ടതായിരുന്നു. ഈ വിഷയത്തിൽ ഇവിടെ ഒരുമിച്ചിരുന്നതുപോലെ SFIക്കും KSUവിനും ഇപ്പോൾ കേരളത്തിലെ ഒരു 80% ക്യാമ്പസിലും ഒരുപക്ഷെ SFI അല്ലെങ്കിൽ KSU ആയിരിക്കും കൂടുതൽ സ്വാധീനം ഉണ്ടാവുക. ഈ 2 സംഘടനകൾക്ക് ഒരുമിച്ച് നിന്നാൽ ക്യാമ്പസുകളിൽ എന്ത് തരം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് തോന്നുന്നത്? അതിനകത്ത് നമ്മൾ കേരളത്തിൻ്റെ ഒരു സാമൂഹിക അന്തരീക്ഷം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ KSUവിൻ്റെ രാഷ്ട്രീയവും SFIയുടെ രാഷ്ട്രീയവും ഏറെ വ്യത്യസ്തമായ രാഷ്ട്രീയമാണ്. ഇപ്പോൾ ഒരു മേശയ്ക്ക് ചുറ്റും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ തന്നെ പൊളിറ്റിക്കലി പേഴ്സണലായ ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ ഞങ്ങൾ പൊളിറ്റിക്കലി പേഴ്സണലായ ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ ഞങ്ങളുടെ തന്നെ 12ഓളം സഖാക്കളുടെ മുഖങ്ങൾ ഇവയെല്ലാം ഞങ്ങളുടെ മനസ്സിലിങ്ങനെ മിന്നിമാറുന്നുണ്ട്. ആ ഘട്ടത്തിൽ പോലും ഈ സാമൂഹിക വിഷയം ഉയർന്നു വന്ന എല്ലാ ഘട്ടങ്ങളിലും ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് യോജിച്ച പോരാട്ടമാണ് ക്യാമ്പസുകൾ വേണ്ടത് എന്നാണ്. ആ ഘട്ടത്തിൽ പോലും ഞങ്ങൾ പറഞ്ഞത് യോജിച്ച പോരാട്ടമാണ് വേണ്ടത്. അതിലെല്ലാ വിദ്യാർത്ഥി സംഘടനകൾക്കും അവരുടേതായ പങ്കുണ്ട്. അതിൽ ഒന്നാമത്തെ പങ്കെന്ന് പറയുന്നത് ആ സംഘടന ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. ഞങ്ങൾ അതിൽ നിരന്തരമായി ഇടപെടുന്നവരാണ്. അതിലേക്ക് KSU വരണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. സംഘടനാ ശരീരം, അതായത് സംഘടനയുടെ ഭാഗമാകുന്നവരെ പൂർണ്ണമായി ഇത്തരം കാര്യങ്ങൾ പിന്തിരിപ്പിക്കുക, അവരെ ഉപയോഗപ്പെടുത്തി തുടർന്ന് മറ്റ് വിദ്യാർത്ഥികളിലേക്ക് ഇതെത്തിക്കുക, സോഴ്സ് കട്ട് ചെയ്യുക, ക്യാമ്പസിനകത്ത് ഈ പണി നടക്കില്ല എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുക, നിലപാടെടുക്കുക. നിങ്ങൾ നിലപാടെടുത്തുകൊണ്ടിരിക്കുകയാണ്, ആ നിലപാട് തുറന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കുറേ കൂടി കർശനമായി എടുക്കുക. അത് വരുന്നതോടുകൂടി തന്നെ ക്യാമ്പസിനകത്തേക്കുള്ള കടന്നു കുറയ്ക്കാൻ പറ്റും. പക്ഷെ അതുകൊണ്ട് ഇത് തീരില്ല എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നമല്ല.
ഇതൊരു സാമൂഹിക പ്രശ്നമാണ്. അങ്ങനത്തെ ഒരു കാര്യം കൂടി എനിക്ക് മറുപടി പറയേണ്ട ഒരു വിഷയമുണ്ട്. അതായത് സർക്കാരിനൊരു ജാഗ്രത കുറവുണ്ടായി എന്ന നിലയിൽ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് തികച്ചും വസ്തുതാവിരുദ്ധമാണ്. നിങ്ങൾ കണക്ക് പരിശോധിച്ചാൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഡ്രഗിനെതിരായ ഇടപെടൽ നടത്തുന്ന ഗവൺമെൻറ് കേരളത്തിലെ ഗവൺമെൻറ്റാണ്. ഇപ്പോൾ എൻ്റെ ഇരിക്കുന്ന ഈ രേഖ എന്ന് പറയുന്നത് ലോക്സഭയിലെ മറുപടിയാണ്. കേരളത്തിൽ 2019 തൊട്ട് 24 വരെ നടന്ന അറസ്റ്റുകളുടെ കണക്കാണ്. അറസ്റ്റ് രേഖ NDPS കേസുകളിൽ നടന്ന അറസ്റ്റുകളുടെ കണക്കാണ്. മറ്റൊരു സംസ്ഥാനവും ഇതിൻ്റെ ഏതാണ്ട് 70% പോലും വന്നിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങൾ ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട ഡ്രഗിൻ്റെ സെൻട്രൽ പരിശോധിക്കും. ഇപ്പോൾ പഞ്ചാബ്, ഡൽഹി, ഗോവ, നമ്മുടെ അറസ്റ്റിൻ്റെ ഒരു 5% ഈ സംസ്ഥാനങ്ങളിൽ നടന്നിട്ടില്ല. 24,517 NDPS കേസാണ് 2014 മാത്രം കേരളത്തിൽ രജിസ്റ്റർ. നമ്മൾ ചർച്ച ചെയ്യാൻ തുടങ്ങുന്നത് എപ്പോഴാണ്? 2025 മാർച്ചിലാണ് മാധ്യമങ്ങളാകെ ഇതിനെ ചർച്ചാ കേന്ദ്രമായിട്ട് എടുക്കുന്നത്. ഇനി ഈ കൺവിക്ഷൻ റേറ്റിൻ്റെ കാര്യത്തിൽ എന്താ? നമ്മൾ അറസ്റ്റ് ചെയ്യുന്ന ഒരാൾ പോലും, ഈ ഡീലർമാരായ ഒരാൾ പോലും രക്ഷപ്പെടുന്നില്ല എന്നുള്ള അവസ്ഥ. 98.18% കേരളത്തിലെ NDPS എക്സൈസ് കേസുകളുടെ കൺവിക്ഷൻ റേറ്റ്. ഇന്ത്യയിലെ ശരാശരി എത്ര? 78.1. ആശങ്ക നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറയാൻ അത് കൂട്ടിച്ചേർത്ത് പറയാൻ വേണ്ടി വന്നത്, ഇതിൻ്റെ പ്രശ്നം എന്താ? കേരളം മാത്രം ഇങ്ങനെ അറസ്റ്റുകൾ നടത്തിയാൽ, കേരളം മാത്രം ഇങ്ങനെ നടപടി സ്വീകരിച്ചാൽ അവസാനിപ്പിക്കുന്നതല്ല. നിങ്ങളിപ്പോൾ ഈ ലോക്സഭയിൽ തന്നെ ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ ലോക്സഭയിൽ ഉത്തരവാദിത്തപ്പെട്ടവർ നൽകിയൊരു മറുപടി ഉണ്ട്. അതായത് ഇന്ത്യയിലേക്ക്, കേരളം ഇന്ത്യക്കകത്ത് ഭാഗമാണല്ലോ, ഇന്ത്യയിലേക്ക് ഡ്രഗ് വരുന്നതിൻ്റെ സോഴ്സുകൾ ഏതാണ്? നമ്മുടെ പോർട്ടുകളാണ്. അതിൽ പ്രത്യേക ഒരു കേരളത്തിലെ ഒരു പോർട്ടിലേക്കും ഇന്ത്യക്കകത്ത് ഈ ഡ്രഗിൻ്റെ കടന്നുവരവ് ഉണ്ടാവുന്നില്ല. പിന്നെ ഉണ്ടാവുന്നത് എവിടെയാണ്? ഗുജറാത്തിലെ മുദ്ര പോർട്ട് ഉൾപ്പെടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളുള്ള പോർട്ടുകളിലൂടെയാണ് ഈ സിന്തറ്റിക് ഡ്രഗ്സ് ഉൾപ്പെടെ നമ്മുടെ രാജ്യത്തേക്ക് വരുന്നത്. അതിനെ ആ സോഴ്സിൽ തടയാൻ പറ്റുന്നുണ്ടോ എന്നാണ് പ്രശ്നം. കാരണം ആ പോയിന്റിൽ വന്നിട്ട് ഡൈവേഴ്സ്ഡ് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ പിടിക്കുന്ന പ്രയാസമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സോഴ്സിൽ വെച്ചുള്ള ഇതിൻ്റെ ഒരു ഉന്മൂലനം നമ്മുടെ ഇന്ത്യയിൽ ഫലപ്രദമായി നടക്കുന്നില്ല എന്നൊരു പ്രശ്നം നമ്മുടെ മുന്നിലുണ്ട്. നമ്മൾ ഇന്ത്യയുടെ ഭാഗമാണ് കേരളം. ഞാൻ ഈ കേസുകളുടെ കണക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇത്രയേറെ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഘട്ടത്തിലും ഇത്രയേറെ വ്യാപകമായ ലഹരി വിൽപ്പന ഉപയോഗവും നടക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ടല്ലോ ഇത്രയും കേസുകൾ പിടിക്കപ്പെടുന്ന സമയത്തും. അപ്പോൾ നമ്മൾ ഈ കണക്കുകളെ പറയുന്ന സമയത്തും മറ്റൊരു സൈഡിലൊരു ആശങ്ക ഗ്രാഫ് ഉയരുന്നുണ്ടല്ലോ. അത് ആശങ്കയുടെ തലയുള്ളത് കൊണ്ടാണല്ലോ ജാഗ്രതയോടു കൂടിയുള്ള പ്രതിരോധത്തിന് ആവശ്യമാണ്. ഇല്ലേ കേസ് സാധാരണ ഒരു ക്രിമിനൽ കേസ്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു വാചകം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ഇതൊരു ക്രമസമാധാന പ്രശ്നമല്ല, മാത്രമല്ല ഇതൊരു ഇതൊരു സാമൂഹിക പ്രശ്നമാണ്. നമ്മുടെ സമൂഹത്തെ ആകെ കാർന്നു തിന്നുന്നൊരു ക്യാൻസറായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എൻഫോഴ്സ്മെൻറ്റ് നല്ല ശക്തമായി നടക്കുന്നുണ്ട്. അപ്പോൾ എൻഫോഴ്സ്മെൻറ്റിന് കുറവുണ്ട് നമുക്കിപ്പോൾ ഈ ഘട്ടത്തിൽ കേരളത്തിൽ പറയാൻ വേണ്ടി കഴിയില്ല. എക്സൈസ് ഉണ്ട്, പോലീസ് ഉണ്ട്, നർക്കോട്ടിക്സ് വിഭാഗമുണ്ട്. ഇപ്പോൾ തന്നെ ക്ലീൻ സ്ലേറ്റ് എന്ന് പറഞ്ഞ വളരെ ഡ്രാസ്റ്റിക്കായ ഒരു ഓപ്പറേഷൻ ഈ പശ്ചാത്തലത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് വളരെ നന്നായി നടക്കുന്നുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ നിങ്ങളുടെ മുൻപത്തെ ചോദ്യത്തിന് മറുപടി പറഞ്ഞു തുടങ്ങിയതുപോലെ തന്നെ ഇതങ്ങനെ എൻഫോഴ്സ്മെൻറ്റ് കൊണ്ടുവന്ന് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നമല്ല. എല്ലാവരും കൈകോർക്കേണ്ട സാഹചര്യം. കൈകോർക്കേണ്ട മാത്രമല്ല, നമ്മുടെ വിദ്യാർത്ഥികളുടെ പൊതുബോധത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. ഇത് ചെറു ന്യൂനപക്ഷമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഞാനത് ആദ്യം പറഞ്ഞ വാചകം, ഇത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ ട്രെൻഡ് അല്ല. നിങ്ങൾ അങ്ങനെയും ചിത്രീകരിക്കരുത്. അതിലെനിക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. വിദ്യാർത്ഥികളാകെ ലഹരിക്ക് അടിമയാണ് അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? അങ്ങനെ അഭിപ്രായമില്ല. ഒരുപാട് ഇൻസ്പയറിംഗ് ആയ, ഒരുപാട് ഇന്നോവേറ്റീവായ, ഒരുപാട് പ്രോമിസിംഗ് ആയ ചെറുപ്പക്കാർ നമ്മുടെ കേരളത്തിൽ നമ്മുടെ ക്യാമ്പസുകളിലുണ്ട്. 15 വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരൻ, ഇല്ല ഒരു കുട്ടി, അവൻ്റെ പേര് ഞാൻ മറന്നുപോയി, എൻ്റെ ഫോണിനകത്തുണ്ട്. 15 വയസ്സുകാരനായ ഒരു കുട്ടി ലോകത്തെ പറ്റി ക്ലാസ് എടുക്കാൻ റൗൾ ജോൺ എടപ്പള്ളിക്കാരനാണ്. നമ്മൾ എറണാകുളത്തിരിക്കുമ്പോൾ എടപ്പള്ളിക്കാരനാണ്. 15 വയസ്സുള്ള കുട്ടിയാണ്. അവൻ ടെഡക്സിൽ പ്രഭാഷണം നടത്തുന്നു. അവൻ ഇതേ ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോമുകളിൽ അവൻ്റെ പ്രഭാഷണമുണ്ട്. പക്ഷെ എന്താ പ്രശ്നം? അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ കുട്ടികളുടെ ഹീറോകളായി ഈ റൗൾ ജോൺ മാറുന്നില്ല. അത് അംഗീകരിക്കും. ഞാൻ അതിനോടൊപ്പം തന്നെ ചേർത്ത് പറയാനുള്ള ഒരു കാര്യം, ശിവപ്രസാദ് ചോദിച്ചതിൻ്റെ ബാക്കിയായിട്ട് പറയുകയാണെങ്കിൽ, ക്യാമ്പസിൽ സമീപ വർഷങ്ങളിൽ ഈ സംഘടനാ സംവിധാനത്തിനേക്കാൾ മേൽക്കൈ മറ്റൊരു ഗ്യാങ്ങിന് രൂപപ്പെട്ടു വന്നിട്ടുണ്ടോ? ഒരു പ്രത്യേക ഒരു അരാജക, ഒരു തരം പറയുകയാണെങ്കിൽ അരാഷ്ട്രീയമായ, അതല്ലെങ്കിൽ ക്യാമ്പസിലെ മറ്റ് പ്രവർത്തനങ്ങളൊന്നും സഹകരിക്കാത്ത ഒരു പ്രത്യേക ട്രെൻഡ് രൂപപ്പെടുത്തുന്ന ഒരു ഗ്യാങ്, അതിനെ പിന്തുണക്കാൻ കുറേ ആളുകൾ, അങ്ങനെ ഒരു സംവിധാനം വന്നായി തോന്നുന്നുണ്ടോ? അതിൽ സത്യത്തിൽ മറുപടി പറയേണ്ടത് KSUവിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ്. കാരണം രാഷ്ട്രീയമായി ഒരു ആരോപണം പ്ലേസ് ചെയ്യല്ല.
ഇപ്പോൾ തെരഞ്ഞെടുപ്പുകൾ സാധാരണഗതിയിൽ വിദ്യാർത്ഥി സംഘടനാ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ്. ആ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിൽ കേരളത്തിലെ സ്ഥിതി നിങ്ങൾക്കറിയാം. ഭൂരിഭാഗം ക്യാമ്പസുകളിലും ജയിക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം SFI ആണ്. പല ക്യാമ്പസുകളിലും SFIയെ പരാജയപ്പെടുത്താൻ വേണ്ടി ഇത്തരം അരാഷ്ട്രീയ ഗ്രൂപ്പുകളെ ബോധപൂർവം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവരുടെ ഉദ്ദേശം SFIയെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ്. പക്ഷെ അതിൻ്റെ ദൂരവ്യാപകമായ ദുരന്തം ഈ ക്രിയേറ്റ് ചെയ്യുന്നവരും അതിന് പിന്തുണ കൊടുക്കുന്നവരും മനസ്സിലാക്കുന്നില്ല എന്നൊരു പ്രശ്നം നമ്മുടെ മുന്നിലുണ്ട്. ആ ഗ്യാങ്ങുകളാണ്, ഞാൻ ആവർത്തിച്ച് പറയുന്നത്, ആ ഗ്യാങ്ങുകളാണ് ഇന്ന് രൂപാന്തരപ്പെട്ട് മിക്ക ക്യാമ്പസുകളും ലഹരിയുടെ പ്രധാനപ്പെട്ട ഗ്യാങ്ങുകളായി മാറിയിട്ടുണ്ട്. അതിൽ പൊളിറ്റിക്കലായ എൻ്റെ പ്ലേസിങ് ആ ഗ്യാങ്ങുകളെ ഭൂരിഭാഗവും സ്പോൺസർ ചെയ്തിരിക്കുന്നത് എൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന അലോഷ്യസ് സേവ്യർ. അവിടെ ഒരു പ്രശ്നം നിലനിൽക്കുന്നത്, എൻ്റെ ചോദ്യം എന്നുള്ളത് ഇത്തരം ഗ്യാങ്ങുകൾക്ക് സ്വാധീനം ഉണ്ടാകുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷെ അതിൽ ആഡ് ഓൺ വരുന്നത് അത്തരം ഗ്യാങ്ങുകൾ രൂപപ്പെടുത്തുന്നത് KSU ആണെന്നുള്ളത്. അല്ല, അതിൽ സ്വാഭാവികമായും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ശിവപ്രസാദ് അങ്ങനെ പറഞ്ഞതിനെ പറ്റി എനിക്ക് വ്യക്തതയില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇപ്പം നിലവിൽ കേരളത്തിലെ ക്യാമ്പസുകളിൽ രാഷ്ട്രീയ ഗ്യാങ്ങുകൾ, ഇത് ക്യാമ്പസുകളിൽ കോളേജുകളിൽ എന്നതിനപ്പുറം സ്കൂളുകളിൽ വലിയ രീതിയിലേക്കുള്ള അരാഷ്ട്രീയ ഗ്യാങ്ങുകൾ വളർന്നു വരുന്നുണ്ട്. അത് സ്വാഭാവികമായും ഒരു ബാച്ചിന്റെ പേരിലാകാം, അല്ലെങ്കിൽ ഒരു ചെറിയ കൂട്ടായ്മ, ഇൻസ്റ്റഗ്രാം പേജ്, അത് തമ്മിലുള്ള വലിയ പോരാട്ടങ്ങൾ നടക്കുന്നു. വാട്സാപ്പ് ഗ്രൂപ്പുകൾ രൂപപ്പെടുന്നു. ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് അതൊരു കമ്മ്യൂണിറ്റിയായി ഡെവലപ്പ് ആയി. ഇത് എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ടെന്നാണ് ചോദ്യം. അത് വലിയ രീതിയിലേക്ക് സ്കൂൾ കുട്ടികളുടെ ഇടയിൽ വലിയ രീതിയിലേക്ക് വർദ്ധിച്ചു. എന്നാൽ ക്യാമ്പസുകളിലേക്ക് വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനം ഉള്ളത് കൊണ്ട് ഒരു പരിധി വരെ അതിലേക്കൊരു വളർച്ചയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ സ്വാഭാവികമായും എന്തു വന്നു കഴിഞ്ഞാലും KSUവിന് നേരെ വിമർശനങ്ങൾ ഉന്നയിക്കുക എന്നത് SFI ലൈനാണ്. സ്വാഭാവികമായിട്ടും ഒരു SFI ലൈനാണ്. ഞാൻ പറഞ്ഞത് ഇതൊരു പോസിറ്റീവ് ഡിസ്കഷൻ ആണെന്നത് കൊണ്ടാണ് ഞാൻ അതിതീവ്രമായിട്ടുള്ള രാഷ്ട്രീയത്തിലേക്കോ അതിന്റെ വിഷയങ്ങളിലേക്കോ കിടക്കാത്തത്. ഇപ്പൊ സ്വാഭാവികമായിട്ടും ഏത് വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴും ഇപ്പൊ KSU ആയിക്കോട്ടെ SFI ആയിക്കോട്ടെ, ഞങ്ങളുടെ ഈ ലഹരി വിരുദ്ധ വിഷയത്തിൽ ഞങ്ങളുടെ സ്റ്റാൻഡ് വളരെ ക്ലിയർ ആണ്. ഞങ്ങൾ ഇതിന്റെ ഉപയോക്താക്കളായി അല്ലെങ്കിൽ ഇതിന്റെ വിതരണക്കാരായി ഇതിന്റെ ശൃംഖലയിൽ അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും വിദ്യാർത്ഥികൾ വന്നിട്ടുണ്ടെങ്കിൽ അവർക്കൊരു പൊളിറ്റിക്കൽ പാട്രണേജ് ഞങ്ങൾ കൊടുക്കില്ല എന്ന് പറയുന്നത്. അതിൽ ശിവപ്രസാദിനോടുള്ള എൻ്റെ വിയോജിപ്പ് ഇപ്പം നിസാറെ ഇപ്പം കളമശ്ശേരി വിഷയം വന്നപ്പോൾ ഞാൻ അതിൻ്റെ ഒരു രാഷ്ട്രീയത്തിൻ്റെ അതിതീവ്രമായ ഒരു തലങ്ങളിലേക്ക് കടക്കുകയില്ല. ആ വിഷയമുണ്ടായി. SFIയുടെ ഒരു ഭാരവാഹി, ഒരു യൂണിയൻ ജനറൽ സെക്രട്ടറി അവിടെ ആദ്യഘട്ടത്തിൽ ആരോപണ വിധേയനായിട്ട് വരുന്നു. അതിനുശേഷം KSUവുമായി ബന്ധപ്പെട്ട ആൾ വരുന്നു, വീണ്ടും SFI ആയി ബന്ധപ്പെട്ട ആളുകൾ വരുന്നു, പല തലങ്ങളിലേക്ക് വരുന്നു. പക്ഷെ KSUവിൻ്റെ ഒരു യൂണിയൻ ജനറൽ സെക്രട്ടറി വന്നപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ആദ്യം വാദമുഖം ഉയർത്തിയത് അവിടുത്തെ SFIയുടെ ഏരിയ പ്രസിഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് പൊതുസമൂഹത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. സ്വാഭാവികം ഇത്തരത്തിലേക്കുള്ള ഒരു വിഷയങ്ങൾക്ക് അതിനുശേഷം അവർ ജാഗ്രത കുറവുണ്ടായി എന്ന് SFI തിരുത്തി, സംസ്ഥാന സെക്രട്ടറി അതിനുശേഷം തിരുത്തി എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ സ്വാഭാവികമായും ഒരു ഫസ്റ്റ് ഇൻസ്റ്റന്റിൽ അത്തരത്തിലേക്ക് അവർക്കൊരു പൊളിറ്റിക്കൽ പാട്രണേജ് കൊടുക്കുന്നുണ്ടോ എന്നൊരു പൊതു ഫീലിങ്ങിലേക്ക് ഇത് പോയി. അപ്പോൾ ഞാൻ പറയുന്നത് ഈ ലഹരിക്കെതിരെയുള്ള, അതാണ് ഈ ഞങ്ങളുടെ യാത്ര തുടങ്ങിയ ഘട്ടം മുതലും ഇന്നിപ്പോൾ 10ാമത് ജില്ലയെ കോട്ടയത്ത് എത്തി നിൽക്കുമ്പോഴും ഞങ്ങൾ പറയുന്നത്, സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ലഹരി വിരുദ്ധ പോരാട്ടങ്ങൾക്ക് ഞങ്ങൾ കലവറിയില്ലാത്ത പിന്തുണ ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. അതിൽ ഞങ്ങൾ രാഷ്ട്രീയപരമായി പരസ്പരം മല്ലടിച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു റൂട്ട് കോസിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യപ്പെടാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകരുത്. അതിൽ KSUവും SFIയും MSFും ASFും മറ്റു വിദ്യാർത്ഥി സംഘടനകളെല്ലാം രാഷ്ട്രീയപരമായി ഈ സർക്കാരിന് കീഴിൽ നമ്മൾ അണിനിരന്നുകൊണ്ട് ഈ വിപത്തിനെ നമുക്ക് തുടച്ചു നീക്കണം. ഫോർ ദ ലോങ് ലാസ്റ്റിങ്ങിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇത് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പേര് പറഞ്ഞ് പരസ്പരം പഴി ചാരലുകൾക്കോ അല്ലെങ്കിൽ ആരോപണങ്ങളുടെ മേലോ നമ്മളുടെ ഒരു ഭാവി തലമുറ നശിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകരുത്. അതിന് യോജിച്ച വിദ്യാർത്ഥി സംഘടനകൾ അല്ലെങ്കിൽ യോജിച്ച് സർക്കാരും പ്രതിപക്ഷവും മറ്റ് എല്ലാവരും ഒരുമിച്ച് ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരണം. അതിൽ മാധ്യമങ്ങൾക്കും കൃത്യമായിട്ടുള്ള റോളുണ്ട്. അത് ചാനൽ റേറ്റിങ്ങുകൾക്ക് വേണ്ടി മാധ്യമങ്ങൾ കുതിക്കുമ്പോൾ അത് സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്ന ഒരു വലിയ രീതിയിലേക്ക്, എനിക്ക് തോന്നുന്നു ഇതിനു മുൻപേ ഉള്ള സംസാരത്തിൽ ശിവപ്രസാദിനെ പറ്റി സൂചിപ്പിച്ചിരുന്നു. അതായത് മാധ്യമങ്ങൾ അവർക്ക് വേണ്ടുന്നത് ചാനൽ റേറ്റിങ്ങുകളാണ്. ചാനൽ റേറ്റിങ്ങുകൾക്ക് പുറമെ ഓടുകയാണ്. അത് ഓടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ റൂട്ട് കോസ്, ഇപ്പോൾ ഒരു കഞ്ചാവ് വേട്ട നടക്കും. കഞ്ചാവ് വേട്ട കൊണ്ട് മാത്രം ഈ നാട്ടിലെ വിഷയം പരിഹരിക്കപ്പെടുന്നില്ല. അതിനപ്പുറം എത്രയോ തലങ്ങളിലേക്കുള്ള സിന്തറ്റിക് ഡ്രഗുകളുടെ ഒഴുക്കുണ്ടാകുന്നുണ്ട്. അത് രാജ്യത്ത് വലിയ തോതിലേക്ക് വർദ്ധിച്ചു വരുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന ഗുജറാത്തിലെ ഒരു പോർട്ടിൽ എത്രയോ കോടാനുകോടിയുടെ ഡ്രഗ് അവിടെ വന്നിറങ്ങി എന്ന് പറയുന്നു. അത് മുദ്രാപ്പോൾ അത് എവിടേക്ക് പോയി?
ആരത് വിതരണം ചെയ്തു, ആരെല്ലാം അത് ഉപയോഗിക്കുന്ന ഒരു തലങ്ങളിലേക്ക് പോയി എന്നതിനെപ്പറ്റി പിന്നീട് ഒരു അന്വേഷണം ഉണ്ടായിട്ടില്ലല്ലോ. അതിൽ ഈ പറയുന്ന കേന്ദ്ര ഗവൺമെൻറ് ഉൾപ്പെടെ ഇപ്പോൾ പോർട്ടുകളിൽ ബഹുഭൂരിപക്ഷവും നിയന്ത്രിക്കുന്ന ആളുകൾ ആരെല്ലാമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകളാണെന്ന് നമുക്ക് വളരെ വ്യക്തതയുണ്ട്. ഇപ്പോൾ അദാനിയൊക്കെ നിയന്ത്രിക്കുന്ന എത്രയോ പോർട്ടുകൾ, അതിലൂടെ വന്നൊഴുകുന്ന കോടാനുകോടിയുടെ ലഹരി വസ്തുക്കൾ. അപ്പോൾ ഇതിലൊരു ജാഗരൂകതയോടുകൂടി സർക്കാരുകൾ, അത് കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഒരുമിച്ച് നിൽക്കുക, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം അവരുടെ ഭാഗമായി ചേർന്ന് നിൽക്കുക, വിദ്യാർത്ഥി സംഘടനകൾ അവരുടേതായിട്ടുള്ള റോൾ ക്യാമ്പസുകളിൽ. ഇതിൽ നിലവിൽ നടക്കുന്ന ഡിസ്കഷനുകൾ വിദ്യാർത്ഥി സംഘടനകളെ മാറ്റി നിർത്തിക്കൊണ്ട് വിദ്യാർത്ഥി സംഘടനകൾ ചെയ്യുന്നത് ഒരു വലിയ പാതകമാണ്, അല്ലെങ്കിൽ അവരെല്ലാം മൊത്തവും പ്രശ്നക്കാരാണ്, ഒന്നോ രണ്ടോ ഇഷ്യൂവിൻ്റെ ബേസിൽ അല്ലെങ്കിൽ ഒരു കളമശ്ശേരിയുടെ അല്ലെങ്കിൽ മറ്റൊരു ഇതിൻ്റെ പേരിൽ വിദ്യാർത്ഥി സംഘടനകളാണ് ഇതിൻ്റെ ഹോൾസെയിൽ ഡീലർമാർ എന്ന തരത്തിലേക്ക് ഒരു നെറേറ്റീവ് ക്രിയേറ്റ് ചെയ്യാൻ. എന്തായാലും വിദ്യാർത്ഥി സംഘടനകളെ കുറ്റപ്പെടുത്തുന്ന ഒരു സമീപനത്തെ അംഗീകരിക്കുന്നില്ല. മറ്റൊരു വിമർശനം ഈ സമീപകാലത്ത് കേട്ട കാര്യം, ഒരു കൊറോണയ്ക്ക് ശേഷം വന്ന വിദ്യാർത്ഥി സംഘടനാ സംവിധാനങ്ങളുടെ പദ്ധതികളൊക്കെ കുറച്ചും കൂടി സ്വഭാവമാറ്റം സംഭവിച്ചിട്ടുണ്ട്. കുറച്ചുകൂടി വിസിബിലിറ്റി കിട്ടുന്ന, മാധ്യമ ശ്രദ്ധ കിട്ടുന്ന, കുറച്ചുകൂടി ഇൻസ്റ്റഗ്രാം റിലേറ്റഡായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ട്രെൻഡ് സെറ്റിംഗ് പദ്ധതികളിലേക്ക് പോകുന്നത് അടിസ്ഥാനപരമായ പല വിഷയങ്ങളും അറ്റൻഡ് ചെയ്യാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്ന ഒരു വിമർശനം ഉണ്ടല്ലോ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ യൂണിയനുകൾ ഭരിക്കുന്ന SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ആ ഒരു വിമർശനത്തെ എങ്ങനെയാണ് നോക്കുന്നത്? നിങ്ങൾ SFIയുടെ പരിപാടികൾ, ഇപ്പോൾ ഞങ്ങൾ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്, 3 വർഷത്തെ പരിപാടികളാണ്, 1000 ദിവസത്തെ പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ സംസ്ഥാന സമ്മേളനത്തിൽ ചർച്ച ചെയ്തത്. ഒരാശങ്കയുമില്ലാതെ നിങ്ങൾ ഈ ചോദിച്ച ചോദ്യത്തിന് എനിക്ക് ഉത്തരം പറയാൻ കഴിയും. കാരണം ഈ രാജ്യത്തെയും ലോകത്തെയും കേരളത്തിലെയും വിവിധങ്ങളായ രാഷ്ട്രീയ വിഷയങ്ങൾ ഉന്നയിച്ച് നിരന്തരമായി ക്യാമ്പസുകളിൽ ക്യാമ്പയിനുകൾ, പരിപാടികൾ സംഘടിപ്പിക്കുന്നവരാണ് ഞങ്ങൾ. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഞങ്ങളെ കളിയാക്കുന്നവരുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പാലസ്തീനിൽ ഇസ്രായേൽ യുദ്ധം നടക്കുമ്പോൾ SFIക്കാരന്റെ മുന്നിൽ എന്തിനാണ് സമരം ചെയ്യുന്നത് ചോദിക്കുന്നത്. അതിലെ രാഷ്ട്രീയ ഗുണവും അതിന്റെ കൈയടിച്ചുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുന്നത്, ഇത് ശിവപ്രസാദ് പറഞ്ഞ പോലെ SFIക്കാരിലേക്ക് അത് ഒതുങ്ങി പോവാതെ ക്യാമ്പസിലെ എല്ലാ വിദ്യാർത്ഥികളെയും അറ്റൻഡ് ചെയ്യപ്പെടുന്ന ഒരു ചർച്ചയിലേക്ക് എത്തണം. അതെ, അതിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ വിദ്യാർത്ഥികളുടെ ഇടയിൽ, ചെറുപ്പക്കാർക്കിടയിൽ പൊതുബോധം വികസിപ്പിക്കുക എന്നത് ഈ കാലഘട്ടത്തിൽ രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനകൾ ഏറ്റെടുക്കേണ്ട പ്രധാനമായി മാറണം. ഇപ്പോൾ SFI, ഇപ്പോൾ നിങ്ങൾ പല ക്യാമ്പസുകളും പറയുന്നുണ്ട്, എല്ലാ ക്യാമ്പസും വിദ്യാർത്ഥി സംഘടന ഉണ്ടെന്ന് വെച്ച് രാഷ്ട്രീയവൽക്കരണം ആവില്ല. ഞാൻ തുറന്ന് സംസാരിക്കുകയാണ്. ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം ഉണ്ട് എന്ന് വെച്ചിട്ട് രാഷ്ട്രീയവൽക്കരണം ആവില്ല. ഞങ്ങൾ ഞങ്ങളുടെ ഘടകങ്ങളോട് നിരന്തരമായി പറയുന്നത്, ഞങ്ങളുടെ ഘടകങ്ങളിൽ ഞങ്ങൾ നടത്തുന്ന പരിശോധനയും ഒരു ക്യാമ്പയിൻ 50 ആൾ വന്നോ 100 ആൾ വന്നോ 150 ആൾ വന്നോ എന്നല്ല. ഒരു ക്യാമ്പയിൻ നടത്തിയതിലൂടെ ആ ക്യാമ്പയിൻ്റെ മുദ്രാവാക്യം, ആശയം, പൊളിറ്റിക്സ്, ആ പൊളിറ്റിക്സ് എത്ര വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു, ഐഡിയോളജി എത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ്. ആശയപരമായി വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കണമെന്നാണ് എല്ലാ ഘട്ടങ്ങളും ആവർത്തിച്ച് പറയുന്നത്. അതിന് ഈ കാലഘട്ടത്തിൽ നന്നായി ശ്രദ്ധിക്കുന്ന സംഘടന. നിങ്ങൾ ഞങ്ങളുടെ പരിപാടികൾ ശ്രദ്ധിച്ചാൽ, ഞങ്ങളുടെ ക്യാമ്പയിൻ ശ്രദ്ധിച്ചാൽ, ഞങ്ങളുടെ പ്രവർത്തനം ശ്രദ്ധിച്ചാൽ, അങ്ങനെ അല്ലാത്തവർ വേണ്ട. ഞങ്ങൾ തുറന്നു പറയുന്നത് പൊതുവേദിയാണല്ലോ. SFIയുടെ ഐഡിയോളജിയിൽ വിശ്വസിക്കാത്ത, SFIയുടെ രാഷ്ട്രീയ ലൈൻ പിന്തുടരാൻ കഴിയാത്ത, SFIയുടെ സ്വാതന്ത്ര്യവും ജനാധിപത്യവും സോഷ്യലിസവും എന്ന ഏറ്റവും തീവ്രമായ ആശയത്തെ പിൻപറ്റാൻ പറ്റാത്ത, തെറ്റിനെതിരായി നിൽക്കാൻ കഴിയാത്ത ഒരാളെയും SFIയിൽ വേണ്ട. അങ്ങനെ ഒരാളെയും കൂട്ടിച്ചേർത്ത് പോകുന്ന സംഘടനയല്ല SFI. അത് തീവ്രമായി താഴേക്ക് പരിശോധിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. ഇതേയോട് ചേർത്ത് പറയാനുള്ളത്, ഇപ്പോൾ യാത്ര തുടങ്ങിയ സമയത്ത് ഇതിനോട് സഹകരിക്കാത്ത ആളുകളെ സസ്പെൻഡ് ചെയ്തതായിട്ടൊക്കെ വാർത്ത വന്നിരുന്നു. ഇതേ കാര്യത്തിന് ശിവപ്രസാദ് പറഞ്ഞത്, ഒരു തരം അറ്റൻഡ് ചെയ്യപ്പെടേണ്ട വിഷയങ്ങളിൽ പൊതുവിദ്യാർത്ഥികളിലേക്ക് ഈ ആശയം എത്തുന്നില്ല എന്നുള്ള ആശങ്ക പറയുമ്പോൾ KSUവിൻ്റെ പ്രധാനപ്പെട്ട ഭാരവാഹികൾ പോലും ഇത്തരൊരു യാത്രക്ക് പോലും സഹകരിക്കാത്ത സാഹചര്യം എന്ന് പറയുമ്പോൾ KSU പൊതുവിദ്യാർത്ഥികൾക്ക് മുമ്പ് സ്വന്തം പാർട്ടിയിൽ തിരുത്തൽ വരുത്തേണ്ട സാഹചര്യമാണോ എന്നുള്ളത്? അല്ല, അത് തിരുത്തലുകൾ വരുത്തുന്നതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ. ഇതിനെ നമ്മളൊരു നെഗറ്റീവ് ആംഗിളിൽ ഈ വിഷയത്തെ പൂർണ്ണമായും പോസിറ്റീവായിട്ട് പരിഗണിക്കാം. പോസിറ്റീവ് ആംഗിളിലേക്ക് പരിഗണിക്കണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് ഞങ്ങൾ. ഇല്ലെങ്കിൽ ഇത്ര ഗൗരവകരമായിട്ടുള്ളൊരു യാത്ര നടക്കുമ്പോൾ ഞങ്ങൾ ഇത്രയേറെ ഭാരവാഹികളെ ഞങ്ങൾ അത് കഴിഞ്ഞ കുറേയേറെ നാളുകളായി നിശ്ചലമായിട്ട് നിന്ന കുറേയേറെ ഭാരവാഹികളുണ്ട്. ഒപ്പം വളരെ പേഴ്സണലായിട്ടുള്ള എക്സാം ആയതുകൊണ്ട് എത്താൻ പറ്റാത്ത വിദ്യാർത്ഥികൾ, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള പല കാരണങ്ങൾ കൊണ്ട് എത്താൻ പറ്റാത്ത ഭാരവാഹികളായിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകളെ ഉൾപ്പെടെ ഈ യാത്ര കഴിയുന്ന ദിനം വരെ ഞങ്ങൾ മാറ്റി നിർത്തുകയാണ് സംഘടനയിൽ. അത് ഞങ്ങൾ കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്.
ഞങ്ങൾ ഈ സംഘടനയിൽ മുകൾ ഘടകം താഴെ ഘടകങ്ങൾക്കും അതുപോലെ തന്നെ പൊതുസമൂഹത്തിനും ഞങ്ങൾ കൊടുക്കുന്ന ഒരു മെസ്സേജിന് എത്ര സീരിയസ് ആയാണ് ഈ ലഹരി വിരുദ്ധ പോരാട്ടങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ വിഷയത്തെ ഞങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ്, ഇല്ലെങ്കിൽ ഒരു വിവാദങ്ങൾ ഉണ്ടാക്കുക എന്നൊരു തരത്തിലേക്കാണെങ്കിൽ, ഒരു വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് മറ്റ് ഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള നടപടികളിലൂടെ നമുക്ക് പോകാൻ, അത് വ്യക്തിപരമായ പല കാരണങ്ങൾ കൊണ്ട് എത്താൻ പറ്റും. ജെന്യൂനായിട്ടുള്ള റീസണായിട്ടുള്ള കുറേയേറെ വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അങ്ങനെ ലഹരി വിരുദ്ധ പോരാട്ടം നടത്തുമ്പോൾ, ഒരു ക്യാമ്പയിൻ നടത്തുമ്പോൾ മറ്റ് ആവശ്യങ്ങളെല്ലാം മാറ്റിവെക്കാൻ പറ്റാത്ത ആളുകളെ താൽക്കാലികമായെങ്കിലും കുറച്ച് ദിവസത്തേക്കാണെങ്കിലും സംഘടനയിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന് പറഞ്ഞ് ഞങ്ങൾ കൊടുക്കുന്നൊരു ക്ലിയർ കട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുവഴി പൊതുസമൂഹത്തിൻ്റെ മുൻപിൽ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം, ഞങ്ങൾ കൊടുക്കുന്ന പ്രൈം ഫോക്കസ് എന്ന് പറയുന്നത് ഈ വിപത്തിനെ ഈ സൊസൈറ്റിയിൽ നിന്ന് തുടച്ചു നീക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാ സന്നാഹവും ഒരുക്കിക്കൊണ്ട് ഞങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഇതിൽ ഞങ്ങളെ സ്വയം നവീകരിക്കുന്ന പ്രക്രിയ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റ് വിദ്യാർത്ഥികളെ ഇതിനെ ബോധവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഞങ്ങൾ നീണ്ട പ്രക്രിയ, ഞാൻ സൂചിപ്പിച്ചല്ലോ, തിരുവനന്തപുരത്ത് ഞങ്ങളുടെ യാത്ര സമാപിച്ചതിന് ശേഷം 1 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു പോരാട്ടങ്ങൾക്ക് ഞങ്ങൾ തുടക്കം കുറിക്കാൻ, ഇത്തരത്തിലൊരു യാത്രയെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുമ്പോൾ ഞങ്ങൾക്ക് വലിയ രീതിയിലേക്ക് ആശങ്കയുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥികൾ ഇതിൻ്റെ കണ്ണികളായി അല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ മറ്റു രീതിയിൽ ബന്ധപ്പെട്ടിരിക്കുന്ന കേരളത്തിലെ ക്യാമ്പസുകൾ കുറേയേറെ വിദ്യാർത്ഥികൾ, എല്ലാവരും എന്ന് പറഞ്ഞാൽ കുറേയേറെ വിദ്യാർത്ഥികൾ അറിഞ്ഞോ അറിയാതെയോ ഇതിൻ്റെ ഇരകളാക്കപ്പെട്ടു പോയ ഒരു സാഹചര്യമുണ്ട്. അവരെ ഇരകളായ വിദ്യാർത്ഥികളെ അവരെ സൈഡ് ലൈൻ ചെയ്ത് കളയുകയല്ല വേണ്ടത്, മറിച്ച് അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്ന ഒരു സാഹചര്യമാണ് വേണ്ടത്. അവർ അതിന് അടിമകളായി പോകുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഉപയോക്താക്കളായി മാറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അവരെ തിരുത്തി അവരെ സമൂഹത്തിന് ഗുണകരമായ വ്യക്തികളാക്കി മാറ്റിക്കൊണ്ടുവരണം. അപ്പോൾ ഞങ്ങളിത് സ്വാഭാവികമായി ഈ യാത്രയെപ്പറ്റി ചിന്തിച്ചപ്പോൾ ഞങ്ങൾ പലതരത്തിലേക്കുള്ള ചർച്ചകൾ ഞങ്ങളുടെ കമ്മിറ്റികളിൽ വന്നു. സ്വാഭാവികമായി KSUമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഇതിൻ്റെ കണ്ണികളായി എവിടെയെങ്കിലും പിടിക്കപ്പെടുന്ന ഒരു സാഹചര്യം വന്നാൽ നമ്മൾ പ്രതിരോധത്തിലാകില്ലേ, അല്ലെങ്കിൽ നമ്മുടെ ഭാരവാഹികളുമായി കണക്ഷനുള്ള ആരെങ്കിലും ഇതിൽ വന്നു കഴിഞ്ഞാൽ. പക്ഷേ അവിടെയാണ് ഞങ്ങൾ ക്ലിയറായി ഞങ്ങൾ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ്, ഞങ്ങൾ ഇതൊരു സെൽഫ് ക്ലൻസിങ് പ്രോസസ്സ് കൂടിയാണ്. ഇപ്പോൾ നമ്മുടെ സംഘടനയിൽ ഏതെങ്കിലും തരത്തിൽ ഇതിൻ്റെ കണ്ണികളാക്കിപ്പെട്ടു പോയ ആളുകളുണ്ടെങ്കിൽ അവർ നിത്യജീവിതത്തിലേക്ക്, നോർമൽ ലൈഫിലേക്ക് അവർ തിരികെ വരണം. അവർ ഇതിൻ്റെ ഉപയോഗം അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ സുഹൃത്തുക്കളെ ബോധവൽക്കരിക്കുന്ന തരത്തിലേക്ക് ഇത് ഡെവലപ്പായി പോകണം. ഒരു സെൽഫ് ക്ലൻസിങ് പ്രോസസ്സാണ്. അതേപോലെ തന്നെ സൊസൈറ്റിയെ ക്ലൻസ് ചെയ്യുന്നൊരു പ്രോസസ്സിലാണ് ഞങ്ങൾ തുടക്കം കുറിച്ചത്. അത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് അത് ഗുണകരമായി വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട്. അവസാനമായിട്ട് ഒരു കാര്യം ഉള്ളത്, നമ്മൾ ശിവപ്രസാദിൻ്റെ ആദ്യ മറുപടിയിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. നമ്മൾ ഈ കാര്യം പറയുമ്പോൾ ഇതൊരു ലഹരിയിലേക്ക് ചുരുക്കാതെ ഇതൊരു സാമൂഹിക വിപത്താണ് എന്നുള്ളൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ടല്ലോ. നമ്മൾ ഈ കാര്യം പറയുമ്പോൾ തന്നെ നേരത്തെ അലോഷി പറഞ്ഞൊരു കാര്യമാണ്, സ്കൂൾ വിദ്യാർത്ഥികളായ ആളുകൾ ചെറിയ കൂട്ടായ്മകൾ ഇൻസ്റ്റഗ്രാം റീൽ ഇറക്കി ട്രെൻഡിങ് സിനിമകളുടെ ഡയലോഗൊക്കെ വെച്ച് നമുക്ക് കാണുമ്പോൾ പാവം തോന്നും, അവർ മൈനറായ കുട്ടികളാണ്. അപ്പോൾ ഈ SFIയുടെ ആണെങ്കിലും KSUവിൻ്റെ ആണെങ്കിലും ഒക്കെ ഇത്തരം പദ്ധതികൾ, ആശയങ്ങളൊക്കെ ഈ വയലൻസ് അതുപോലെ ക്രൈമിനെ സപ്പോർട്ട് ചെയ്യുന്നത്, അപ്പോൾ എന്താണ് ഒരു അടുത്ത ഒരു വിപുലീകരണ ലക്ഷ്യം എന്നുള്ളതും പറയാം. ഇതിനൊരൊറ്റ ഉത്തരവേ ഉള്ളൂ. ഞാൻ ആ ചോദ്യത്തിൽ വരുന്നതിന് മുമ്പ് അലോഷിക്ക് അഭിവാദ്യം പറയാനും എനിക്ക് ആഗ്രഹമുണ്ട്. അലോഷി വളരെ മാതൃകാപരമായിട്ടാണ് പറഞ്ഞത്. കാരണം ഒരാൾ പോലും ഇതിനകത്ത് ഉണ്ടാവാൻ പാടില്ല, KSUവിനകത്ത് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് വളരെ ധീരോദാത്ത സ്റ്റാൻഡ് എടുത്തു. അതിനകത്ത് കുറേ കൂടി അഭിമാനത്തോട് അലോഷിക്ക് ഇരിക്കാൻ കഴിയുമായിരുന്നു. ആ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റിന്റെയും എറണാകുളം ജില്ലാ പ്രസിഡന്റിന്റെയും കൂടി തള്ളി പറഞ്ഞ് നടപടി എടുത്തിട്ടായിരുന്നെങ്കിൽ ഒരു പൊന്തൂവൽ കൂടി വെച്ച് അലോഷിക്ക് ഈ ജാഥ കഴിയുമായിരുന്നു എന്ന് ഒരു ദിവസം കൊണ്ട് അലോഷിക്ക് ഒരു പൊന്തുവലായ ഈ രണ്ടുപേരെ കൂടി തള്ളി പറഞ്ഞിരുന്നെങ്കിൽ ഒരു പൊന്തുവൽ, ഇത്രയും ധീരോദാത്തമായ നിലപാട് സ്വീകരിച്ച KSU സംസ്ഥാന പ്രസിഡന്റ് ഒരു പൊന്തുവലായനെ എന്ന് ഞാൻ കൂടി ആലോചിച്ച് മറുപടി പറഞ്ഞോട്ടെ. എന്റെ മറുപടി ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. എന്താ പ്രശ്നം? ഞങ്ങളിതിനെ കാണുന്നത് ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ടാണ്. ഞാൻ തുറന്നു പറയാം. ഈ കേരളത്തിലും രാജ്യത്തും ലോകത്തുമെമ്പാടും വളർന്നു വരുന്ന ഈ ലഹരി മാഫിയയുടെ വളർച്ചയെ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ചെറുപ്പക്കാർക്കിടയിലേക്ക് ഇന്ന് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രവണതകളെയും ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ടാണ് കാണുന്നത്. അത് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പൊളിറ്റിക്സ് അല്ല, അരാഷ്ട്രീയവൽക്കരണമാണ് നമ്മുടെ വിദ്യാർത്ഥികളെ പിടികൂടിയിരിക്കുന്ന ഏറ്റവും വലിയ ക്യാൻസർ എന്ന് പൊതുസമൂഹം അംഗീകരിക്കണം. അവർക്ക് മനസ്സിലായിട്ടുണ്ട്, പക്ഷെ അംഗീകരിക്കാൻ ഒരു മടിയാണ്. നിങ്ങൾ സ്കൂളുകളിൽ നടക്കുന്ന ക്രൈമുകളെ പറ്റി എത്ര വാർത്തയാണ് വരുന്നത്? നിങ്ങൾ എന്താ വിദ്യാസംഘങ്ങളുടെ മുകളിലേക്ക് കയറാൻ വരാത്ത? കാരണം സ്കൂളുകളിൽ നിന്ന് വിദ്യാസംഘടനകളെ ഇവർ ഓടിച്ചു, ഔട്ടാക്കി. അധ്യാപകർ നിയന്ത്രിച്ചാൽ ഇവർ നിൽക്കും എന്ന തെറ്റിദ്ധാരണയിൽ എത്ര അധ്യാപകർക്കുണ്ട്? എന്താ ഒരു അധ്യാപികയോട്, ഹെഡ് മാസ്റ്ററോട് ഒരു കുട്ടി ചോദിച്ചത് ഇവിടെ പൊതുമധ്യത്തിൽ നമുക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾ അധ്യാപകരെ കുറ്റപ്പെടുത്തുകയല്ല,
SFI ഇപ്പോൾ വിദ്യാർത്ഥി സംഘടനകൾ വേണ്ടതില്ല എന്നൊരു ഘട്ടത്തിൽ സ്കൂളിൽ തീരുമാനിച്ചു. എന്താ അതിൻ്റെ ഫലം? അരാജക പ്രവണതകളുടെ കേന്ദ്രമായി മാറുന്നിടത്തെല്ലാം നിങ്ങൾ പരിശോധിക്കും. പൊളിറ്റിക്സ് ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ്. ആ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് കുട്ടികൾക്കുള്ളിലേക്ക് പുതുബോധം കൊടുക്കുന്ന ഉപകരണമാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതിയാകും. ആ പുതുബോധമാണ്, അതായത് കൂടിയിരിക്കുന്നവനെ സ്നേഹിക്കേണ്ടതാണ്, വിഷമിക്കുന്നവനെ ചേർത്തു പിടിക്കേണ്ടതാണ്, പ്രയാസപ്പെടുന്നവൻ്റെ കരുതലാവേണ്ടതാണ്, ഒരാൾക്കൊരു ദുഃഖമുണ്ടായാൽ ആ ദുഃഖം തിരിച്ചറിഞ്ഞ് മാറ്റേണ്ടതാണെന്ന് പുതുബോധം ഉണ്ടാവണമെങ്കിൽ അവൻ്റെ തലയിൽ പൊളിറ്റിക്സ് വേണം. നമ്മുടെ പാഠ്യപദ്ധതികളിൽ മാറ്റം വരണം. ഞാൻ വളരെ ഗൗരവത്തിൽ പറയാം. ഈ ഡ്രഗ് ഉപയോഗത്തിൻ്റെ ദൂഷ്യവശങ്ങളെപ്പറ്റി അവരോട് പഠിപ്പിക്കുന്നത് പോലെ തന്നെ സാമൂഹ്യ ബന്ധം ഓരോരുത്തരും സൂക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം നമ്മുടെ വിദ്യാർത്ഥികളെ പറഞ്ഞു ബോധ്യം. നിങ്ങളുടെ അല്ലെങ്കിൽ ഈ ഫോണുകളാണ് അല്ലെങ്കിൽ നവമാധ്യമങ്ങളാണ് ലോകം എന്ന് ചിന്തിക്കുന്നതുകൊണ്ട് ഇതല്ല ലോകം. പുറത്തേക്ക് നോക്കാൻ പറയണം, പ്രകൃതിയെ നോക്കാൻ പറയണം. ഇപ്പോൾ ബഷീറിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതിയാണല്ലോ നമ്മുടെ ഭൂമിയുടെ അവകാശികൾ. ബഷീർ ഒരു വേളയിൽ ഭൂമിയുടെ അവകാശികൾ പറയുന്നുണ്ട്, എനിക്ക് പ്രകൃതിയെ ഒന്ന് കെട്ടിപ്പിടിക്കണം. അപ്പോൾ ബഷീറിൻ്റെ ഭാര്യ പറയുന്നത്, എന്നെയും കുട്ടികളെയും പ്രകൃതിയായ രാജ്യങ്ങൾ കെട്ടിപ്പിടിച്ചോളി. അപ്പോൾ ബഷീർ വെച്ച് പറയുന്നത്, അത്രയും ചെറുതാവാൻ ഞാനില്ല എന്നാണ് ബഷീർ പറയുന്നത്. ഈ പ്രകൃതി എന്നാണ് ഇത്രയും വിശാലമായ കാഴ്ചപ്പാട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവണം. എപ്പോൾ ഉണ്ടാവും? അതുണ്ടാവണമെങ്കിൽ പൊതുബോധം വേണം, സാമൂഹ്യ ബോധം വേണം, സമൂഹവുമായി ബന്ധം വേണം. പ്രകൃതിയെ പറ്റി ചിന്തിക്കണം, സഹപാഠിയെ പറ്റി ചിന്തിക്കണം, ഇവിടെ പ്രയാസപ്പെടുന്ന മനുഷ്യരുണ്ടെന്ന് ചിന്തിക്കണം. എനിക്കെല്ലാമായി, എൻ്റെ അച്ഛനും അമ്മയ്ക്കും ജോലിയുണ്ട്, എൻ്റെ മുറിക്കകത്ത് ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം കിട്ടുന്നുണ്ട്, അതുകൊണ്ട് എൻ്റെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല എന്നൊരു ചെറുപ്പക്കാരി ചിന്തിക്കുമ്പോഴേ, എനിക്ക് ജോലി കിട്ടിയാൽ, എനിക്ക് വിദ്യാഭ്യാസം കിട്ടിയാൽ, എൻ്റെ ജീവിത നിലവാരം മെച്ചപ്പെട്ടാൽ, എനിക്ക് നല്ല ശമ്പളം കിട്ടിയാൽ എനിക്ക് നന്നായി ഈ ലോകത്ത് ജീവിക്കാൻ കഴിയില്ല എന്ന സാമൂഹിക യുക്തി നമ്മുടെ ചെറുപ്പക്കാർ, ഈ പറയുന്ന വിഭാഗത്തിൽ ചെറുപ്പക്കാർ മനസ്സിലാക്കാതെ നമുക്ക് ഈ സമൂഹത്തെ പരിവർത്തനം കൊണ്ടുവരാൻ കഴിയില്ല. എന്തായാലും ഞങ്ങൾ അതിനെ പോസിറ്റീവായി കാണുന്നു. എന്താ പറയുക, ഞങ്ങൾ ഇതിനു വേണ്ടി നിരന്തരം പ്രവർത്തിക്കുന്നവരാണ്. ഞങ്ങൾ ലോകത്തെ പറ്റിയുള്ള രാഷ്ട്രീയം, പ്രകൃതിയെ പറ്റിയുള്ള രാഷ്ട്രീയം, മനുഷ്യനെ പറ്റിയുള്ള രാഷ്ട്രീയം, പോരാടുന്നവൻ്റെ രാഷ്ട്രീയം, പോരാടുന്നവർക്കുള്ള ഐക്യദാർഢ്യം, പ്രയാസപ്പെടുന്നതിനുള്ള കരുതൽ, ഇതെല്ലാം ഞങ്ങളുടെ മുദ്രാവാക്യങ്ങൾ ചേർത്ത് നോക്കുകയും നിരന്തരം ക്ലാസ് മുറിക്കകത്തേക്ക് പോയി വിദ്യാർത്ഥികളോട് സംസാരിക്കുക. ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നത് ഞങ്ങൾ ഇക്കാര്യത്തിൽ മൈൻഡ് ചെയ്യാറില്ല. ഞങ്ങളെ ഈ കാര്യത്തിൽ കളിയാക്കുന്നവരെ ഞങ്ങൾ മൈൻഡ് ചെയ്യാറില്ല. ഞങ്ങൾ ലോകത്തെ പറ്റിയും മനുഷ്യനെ പറ്റിയും മനുഷ്യജീവിതത്തെ പറ്റിയും അവൻ്റെ പ്രയാസങ്ങളെ പറ്റിയും അവൻ്റെ ആകുലതകളെ പറ്റിയും അവൻ്റെ ദുഃഖങ്ങളെ പറ്റിയും നിരന്തരമായി പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു പുതിയ വിദ്യാർത്ഥിയിലേക്ക് രാഷ്ട്രീയം എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ രാഷ്ട്രീയ ഉത്തരവാദിത്വം. നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അതിലൂടെ ഈ തെറ്റായ വഴിയിലേക്ക് പോകുന്നവരെ എല്ലാം നേരായ വഴിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് നല്ല ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ഈ പോരാട്ടം ഇങ്ങനെ ഈ വാർത്തകളൊക്കെ വരുമ്പോൾ ഈ പ്രയാസങ്ങളൊക്കെ നിങ്ങൾ പറയുമ്പോഴും ഒരു വലിയ കേന്ദ്രങ്ങൾ കേരളം മാറും ഞങ്ങൾക്ക് ആശങ്ക ഉണ്ടെങ്കിൽ പോലും ഞങ്ങളുടെ പ്രതീക്ഷകൾ അവസാനിച്ചിട്ടില്ല എന്ന് ഞാൻ പങ്കുവെക്കാൻ. ഞങ്ങളുടെ നല്ല കേരളത്തിലെ പൊതുമനസാക്ഷിയുടെ പുരോഗമനവാദികളായ ഒരു മനുഷ്യൻ്റെയും പ്രത്യാശകൾ അവസാനിച്ചിട്ടില്ല. കാരണം കേരളത്തിൻ്റെ ചരിത്രം അതാണ്. എന്തായാലും നമുക്ക് ഈ ചർച്ച താൽക്കാലികമായി ഇവിടെ അവസാനിപ്പിക്കാം. ഇരു സംഘടനകൾക്കും ക്യാമ്പസുകളിൽ ഇക്കാര്യത്തിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു സാധ്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. രണ്ടുപേർക്കും ഒത്തിരി സന്തോഷം.